നമസ്കാരം. മലയാളികൾക്കിടയിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുള്ള ആരാധകരുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് എന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. ബിഗ് ബോസ് ഷോയിലെ ഓരോ എപ്പിസോഡും കണ്ണിമ ചിമ്മാതെ നോക്കിക്കാണുന്ന ഒരു വലിയ സമൂഹമുണ്ട് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അതിനാൽ തന്നെ ഷോയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യമായിക്കോട്ടെ, പുറത്ത് നടക്കുന്ന ഷോയെക്കുറിച്ചുള്ള വിഷയമായിക്കോട്ടെ, വലിയ തോതിൽ ചർച്ചയാകും. പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ റിയാലിറ്റി ഷോയിൽ റിയാലിറ്റി ഇല്ല എന്ന മുൻ ജേതാവിന്റെ ആരോപണമാണ് ഇപ്പോൾ വിവാദമാകുന്നത്. കാസ്റ്റിംഗ് കൗച്ച് എന്ന വലിയ ആരോപണം ഉന്നയിക്കുമ്പോൾ കരിനിഴലിലായത് ആ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്ത എല്ലാ സ്ത്രീകളുമാണ്. കൃത്യമായ പേരെടുത്ത് പറയാതെയുള്ള ആരോപണത്തിൽ സൈബർ ഇടങ്ങളിൽ വലിയ ആക്രമണം നേരിടുകയാണ് മത്സരാർത്ഥികളായ ഓരോ സ്ത്രീകളും. അതിനൊപ്പം കള്ളവോട്ടും കൈക്കൂലി അടക്കമുള്ള ആരോപണങ്ങൾ കൂടി ഉന്നയിക്കപ്പെടുമ്പോൾ ഷോയിലെ മത്സരാർത്ഥികളായിരുന്നവർ തന്നെ മനസ്സ് തുറക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 1 വിന്നർ സാബുമോനും സീസൺ 5 ഫൈനലിസ്റ്റുമായ ശോഭ വിശ്വനാഥുമാണ് ഇന്ന് നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശോഭ അല്പസമയത്തിനകം തന്നെ നമ്മളോടൊപ്പം തത്സമയം ഇവിടെ ഈ ഷോയിൽ പങ്കുചേരും. ആദ്യം ഞാൻ സാബുമോനിലേക്ക് പോവുകയാണ്. ശ്രീ സാബുമോൻ, ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ മലയാളികൾ പ്രേക്ഷകരൊക്കെ വലിയ വിശ്വാസത്തോടെ വലിയ ആവേശത്തോടെ കാണുന്ന ഒരു ഷോയാണ് ഈ ബിഗ് ബോസ് എന്നത്. അതിൽ ഈ റിയാലിറ്റിക്ക് അപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കള്ളവോട്ട് ആരോപണമായിക്കോട്ടെ, കൈക്കൂലി ആയിക്കോട്ടെ, ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞാൽ ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന വലിയൊരു ആരോപണം. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, ആ ഷോയിൽ പങ്കെടുത്ത് വിന്നറായ ഒരാളാണ്. ഒരു ക്രൗഡ് പുള്ളറാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ ഒരുപാട് ആളുകളുമുണ്ട്. അത്തരത്തിൽ വലിയൊരു ആരോപണം ഇങ്ങനെ സക്സസ് ആയി പോകുന്ന ഒരു ഷോയെക്കുറിച്ച് പറയുമ്പോൾ മലയാളികൾ ഒന്നടക്കം വലിയ സംശയത്തിലേക്ക് വിരൽ ചൂണ്ടും. എന്താണ് ഈ ഷോയ്ക്കുള്ളിൽ നടക്കുന്നത്? ഈ പുറമേ കാണുന്ന കളർഫുൾ സംഭവങ്ങളൊന്നുമല്ല, അതിന് പിന്നാമ്പുറത്ത് മുഴുവൻ ഇരുട്ടാണോ എന്നുള്ള വലിയൊരു സംശയമുണ്ട്. അവിടെ പങ്കെടുത്ത എല്ലാ സ്ത്രീകളും ഇപ്പോൾ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കരിനിഴലിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ സീസണിലെ ആദ്യത്തെ വിന്നർ എന്നുള്ള നിലയിൽ അവിടെ പോയി മത്സരിച്ച് ജയിച്ചു വന്ന ആ സാഹചര്യം കണ്ട ഒരാളെന്നുള്ള നിലയിൽ എന്താണ് ഈ ആരോപണം, ഈ വിവാദങ്ങളോടൊക്കെ സാബുമോന് പറയാനുള്ളത്? ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇപ്പം ബിഗ് ബോസിൻ്റെ മാത്രമല്ല ഒരുപാട് രംഗങ്ങളിൽ പറയുന്ന ഒരു ആരോപണമാണ്. ഇതിന് പിന്നാമ്പുറം ഭയങ്കര ഇരുട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ ഞാൻ ആളല്ല. എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം നമ്മുടെ ഇപ്പോൾ ഈ മാറിയ സാഹചര്യങ്ങളിൽ പിന്നെ ഈ മീറ്റു പോലെയുള്ള സംവിധാനങ്ങളുണ്ടല്ലോ ഇത് പറയാൻ. പക്ഷേ അങ്ങനെ ഇതുവരെ ആരും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞ് കണ്ടിട്ടില്ല. പക്ഷേ താങ്കളുടെ ഒരു എക്സ്പീരിയൻസ്, താങ്കൾ ഒരു 3 മാസം അല്ലെ 100 ദിവസം അവിടെ കഴിഞ്ഞ ആളാണ്. താങ്കൾക്ക് ഇത്തരത്തിൽ അങ്ങനെ ഒരു ഇതിൽ പിന്നാമ്പുറത്ത് വിജയിയെ നിർണ്ണയിക്കുന്നതിൽ, അതിൽ വോട്ട് കിട്ടുന്നതിലൊക്കെ ഒരു കള്ളക്കളി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഷോയിലെ ക്രൂവിൽ നിന്ന് ഒരു പാർഷ്യാലിറ്റി ചില മത്സരാർത്ഥികളോടുണ്ട്. ചിലരെ താഴ്ത്താൻ ശ്രമിക്കുന്നു, ചിലരെ ജയിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമായ നീക്കങ്ങൾ നടത്തുന്നു. അങ്ങനെയുള്ള ആരോപണങ്ങൾ കൂടി ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും വ്യക്തിപരമായി അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവപ്പെട്ടില്ല. പക്ഷെ നമ്മൾ ഒന്നാമത് ഇതൊരു ഗെയിമാണ്, ഇതൊരു മൈൻഡ് ഗെയിമാണ്, ഒരു റിയാലിറ്റി ഷോയാണ്. അപ്പോൾ ഈ പുറമേ നിന്ന് അങ്ങനെ വലിയ സ്വാധീനങ്ങളൊന്നും നമ്മളിലേക്ക് ഉണ്ടാകില്ല. കാരണം സ്ക്രിപ്റ്റഡ് അല്ലാതെ പോകുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ ഇതിൻ്റെ എന്താ പറയുന്നത്, അത് ഇതിൻ്റെ നിർമ്മാതാക്കൾ, അതായത് ഇത് ചെയ്യുന്ന ആളുകൾ, ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീം, അവർ ഗെയിമിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു പാതയുണ്ട്. അവർക്കൊരു ലൈൻ കാണും. അവർക്ക് അവരുടെ അവർക്കൊരു പ്രൊഡക്ഷൻ ബൈബിളുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് അവരുടെ ഹോൾ പ്രൊഡക്ഷൻ ടീം ഇരുന്നിട്ടാണ് ഇത് തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ അത് ചെയ്തത് ശരിയല്ലല്ലോ, അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊരു ആസ് എ പ്ലെയർ നമുക്ക് തോന്നും. പക്ഷേ അത് അങ്ങനെ ഇൻറ്റൻഷനലി വരുന്നതാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കളിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും, എടാ നമ്മൾ ജയിച്ച ഗെയിം അവർ നമ്മളെ തോൽപ്പിച്ചതാണോ എന്നൊക്കെ. അല്ലാതെ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ അനുഭവപ്പെട്ട ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? അതായത് ഇപ്പോൾ ഒരുപാട് റൗണ്ടുകൾ അതിലുണ്ടല്ലോ. ഞാനിത് എടുത്ത് ചോദിക്കാൻ കാരണം, അതായത് സാബുമോന്റെ ഈ ഒരു വിഷയത്തിലെ നിലപാട് വളരെ
പ്രസക്തമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ആരോപണം ഉന്നയിച്ച മുൻ മത്സരാർത്ഥി അഖിൽ മാരാര് ഈ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് എടുത്തു പറയുന്നുണ്ട്, അതായത് തന്നെയും അഖിൽ മാരാറിനെയും സാബു മോനെയും തോൽപ്പിക്കാൻ ഈ ക്രൂ അണിയറ പ്രവർത്തകർ ആവും വിധമെല്ലാം ശ്രമിച്ചിരുന്നു. പക്ഷേ തങ്ങളുടെ കഴിവുകൊണ്ടാണ് അത് ജയിച്ചു കയറി വന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനൊരു മറുപടി പ്രതീക്ഷിക്കണമല്ലോ ഞങ്ങൾ. ഞാൻ പുറത്ത് വന്നപ്പോൾ എന്നെ ഇഷ്ടമുള്ള ആളുകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അതിനകത്ത് ഒരുപാട് ദ്രോഹം എന്നോട് ചെയ്തിട്ടുണ്ട്, അത് ചിലരെ ജയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മൾ അതിനകത്ത് നിൽക്കുമ്പോൾ ഇത് ഫീൽ ചെയ്യില്ല. പിന്നെ ഒന്നാമത് ഞാൻ അതിനകത്ത് പോകുന്നത് ഇത് കണ്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ടല്ല. ഞാൻ വളരെ എന്താ പറയുന്നത് യുദ്ധമുഖത്തേക്ക് വെറുതെ മരണം വരിക്കാൻ ചെന്ന് കയറി കൊടുത്തതാണ്. വെളിയിൽ വന്നപ്പോൾ ആളുകൾ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ വേറെ കുറച്ച് കണ്ടസ്റ്റൻസിനെ ആയിരുന്നു അവർ ജയിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നൊക്കെ. അപ്പം പക്ഷേ അറ്റ് ദ എൻഡ് താങ്കൾ തന്നെ വിന്നറായിട്ട് വന്നു. അത് ചിലപ്പം ഈ പ്രേക്ഷകരുടെ വോട്ട് കൊണ്ട് മാത്രമാകാമല്ലോ ജയിച്ചു വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിലും ഒരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് ഈ വോട്ടിന്റെ കണക്ക് നിങ്ങൾ മത്സരാർത്ഥികളെ കാണിക്കുമോ? അതിൽ കള്ളത്തരം പറയാമല്ലോ ഈ അണിയറ പ്രവർത്തകർക്ക്. ഇപ്പോൾ ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയത് എന്നുള്ളത് പ്രേക്ഷകരോട് വെളിപ്പെടുത്തുന്നില്ല, നിങ്ങളോട് വെളിപ്പെടുത്തുന്നുണ്ടോ? ഇല്ല, നമ്മളോടും വെളിപ്പെടുത്തില്ല. ഞാൻ എൻ്റെ വോട്ടിംഗ് സംഭവം കണ്ടത് ഫൈനൽ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ പിറകിൽ ഇങ്ങനെ എഴുതി കാണിക്കുകയായിരുന്നു ഇത്ര വോട്ട് ഇന്ന ആൾക്ക് ഇത്ര വോട്ട് ഇന്ന ആൾക്കെന്ന്. അപ്പോഴാണ് അറിയുന്നത്. അതുപോലെ ഈ വോട്ടിങ്ങിൻ്റെ ഇതിനകത്ത് കാരണം ഒന്നാമത് ഈ ഷോ എന്ന് പറയുന്നത് ഇത് ബിഗ് ബോസ് എന്ന് ഇവിടെ പേരാണ്, ഇത് ഒരു ഇൻ്റർനാഷണൽ ഷോ ആണ്. ഇത് ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഒരു ഷോ ആണ്. അത് എൻ്റെ മോൾ ഷൈൻ എന്ന് പറയുന്ന കമ്പനിക്കായിരുന്നു അതിൻ്റെ കോപ്പി റൈറ്റ് എനിക്ക് തോന്നുന്നു. അതിപ്പോൾ ബെനീജെ സാസ് എന്ന് പറയുന്ന കമ്പനിയാണ് അവരെ ഇന്ത്യയിലിപ്പം അവരെ ടേക്ക് ഓവർ ചെയ്തു എന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. ആ കമ്പനിയാണ് നടത്തുന്നത്. ഒന്നാമത് ഈ ബ്രാൻഡ് എന്ന് പറയുന്നൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ഇത് വിവിധ രാജ്യങ്ങളിൽ ഇവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഇത്രയും വലിയ ഒരു $1 മില്യൺ ബിസിനസ് കൊണ്ടുവന്നിട്ട് ഈ ഭൂഗോളത്തിൻ്റെ ഒരറ്റത്തുള്ള ഒരു കുത്തിൻ്റെ അത്രയും പോലും വലിപ്പമില്ലാത്തൊരു കേരളത്തിലെ ഒരു റീജിയണൽ ലാംഗ്വേജിൽ കൊണ്ടുവന്ന് ഈ പ്രോഗ്രാമിൻ്റെ ഹോൾ പ്രോഗ്രാമിൻ്റെ വേൾഡ് വൈഡ് കോപ്പിറൈറ്റ് ഉള്ള അവർക്ക് മില്യൺ കണക്കിന് ഡോളർ ഏൺ ചെയ്യാൻ പറ്റുന്ന ഈ ഷോയെ അവർ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുമോ എന്നുള്ളതാണ് കാര്യം. അവർക്ക് ഇപ്പം ഇന്ത്യയിൽ ഇപ്പം ഹിന്ദിയിൽ സൽമാൻ ഖാനാണ് ഇത് നടത്തുന്നത്. മിക്കവാറും എല്ലാ ഭാഷകളിലും അവിടുത്തെ വളരെ പ്രമുഖരായ താരങ്ങളാണ് ഈ ഷോ ആങ്കർ ചെയ്യുന്നത്. ഇൻ്റർനാഷണലി ഭയങ്കര ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു ഷോയാണിത്. അപ്പോൾ നമ്മളുടെ ഒരു ചെറിയ ലാംഗ്വേജിന് വേണ്ടി, നമ്മുടെ ചെറിയ ലാംഗ്വേജ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കമ്പാരിറ്റീവ്ലി മറ്റ് വലിയ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഇത്രയും ചെറിയ ഒരു ഓഡിയൻസ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് അവരുടെ ക്രെഡിബിലിറ്റി കളയാൻ തയ്യാറാകുമോ എന്നുള്ളതാണ്. പിന്നെ ഈ വോട്ടിങ്ങിൻ്റെ കാര്യത്തിനകത്ത് എൻ്റെ സമയത്ത് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് ആയിരുന്നു ഇതിൻ്റെ ഓഡിറ്റിംഗ് ഏജൻസി. കാര്യം അവരുടെ ഈ ക്രെഡിബിലിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി അവരൊരു തേർഡ് പാർട്ടി ആയിട്ടൊരു ഓഡിറ്റിംഗ് ഏജൻസിയാണ് അവർ ഏൽപ്പിക്കുന്നത്. ഇപ്രാവശ്യം ആർക്കാണ് എന്നുള്ള അറിഞ്ഞുകൂടാ. എന്തായാലും അവിടെ ഒരു കൃത്യമായ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ചാനലിന് ആക്ച്വലി ഇതിൻ്റെ പ്രൊഡക്ഷനകത്ത് ഇൻവോൾവ് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. കാര്യം ഞാൻ ഒരു 20 വർഷത്തിൽ കൂടുതലായിട്ട് ടെലിവിഷനിലുള്ള ആളാണ്. അപ്പോൾ നമ്മൾ ഇത്തരം വെളിയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ എടുക്കുന്ന സമയത്ത് അവർക്ക് അവരുടേതൊരു അവർക്കൊരു പ്രൊഡക്ഷൻ്റെ ഒരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ അപ്പുറം ഇപ്പുറം പോകാൻ അവർക്ക് പറ്റില്ല. അത് നമ്മൾ ചാനലിൽ നിന്ന് ചെന്നാൽ പോലും നമുക്ക് കുറച്ച് പരിമിതമായ അവകാശങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാകാറുള്ളൂ. തീർച്ചയായും സാബു മോനിലേക്ക് ഞാൻ തിരികെ എത്താം. അതായത് ഈ ചാനലിന്റെ ഭാഗത്ത് നിന്ന് ചെല്ലുന്നവർക്ക് മനസ്സിലായി. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ഇപ്പോൾ ശോഭ വിശ്വനാഥ് കൂടി നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ ചേരുന്നുണ്ട്. ശോഭ, നമ്മളിവിടെ സംസാരിക്കുന്ന ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിലെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചാണ്. ഈ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ സാബുമോൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മീഡിയയുമായും സിനിമയുമായും ഒക്കെ ബന്ധപ്പെട്ടിട്ടും അല്ലാതെയും ഒക്കെ എല്ലാ മേഖലയിലും ഉയർന്നു വരുന്ന ഒരു വിഷയം തന്നെയാണ്. പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ അതിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെ, വിന്നറായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെ വന്ന് ഇത്തരത്തിൽ പറയുകയാണ്, അതിൽ പങ്കെടുത്ത സ്ത്രീകൾ ഒക്കെ ഇത്തരത്തിൽ കോംപ്രമൈസിന് തയ്യാറാകേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ പണമിടപാട് നടത്തേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരാൾ മാത്രമല്ല,
ഇതുവരെ പങ്കെടുത്ത എല്ലാ സീസണുകളിലെയും എല്ലാ സ്ത്രീകളും ഒരേപോലെ ആ ആരോപണത്തിൻ്റെ ആ ഒരു കരിനിഴലിൽ വീണിരിക്കുകയാണ്. നിങ്ങളൊക്കെ നേരിടുന്ന വലിയ സൈബർ ആക്രമണവും ഉണ്ട്. അതിനുശേഷം നിങ്ങളല്ലേ അത്, നിങ്ങളെക്കുറിച്ചല്ലേ പറഞ്ഞത്. ഇപ്പം ശോഭ ധൈര്യത്തോടെ ഇത് പുറത്തേക്ക് വന്ന് ഈ ഒരു വിഷയത്തിൽ റിയാക്ട് ചെയ്യാൻ തയ്യാറായി. പക്ഷേ എല്ലാ സ്ത്രീകളും ഇനി അതേപോലെ വന്നിട്ട് ഇത് ഞാനല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല ആ വിഷയം എന്ന് പറയേണ്ടി വരിക എന്ന സാഹചര്യം പോലും ദാരുണമാണ്. ശോഭ ആ ഒരു കണ്ടസ്റ്റന്റിന്റെ കൂടെ തന്നെ ആ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത വ്യക്തി എന്നുള്ള നിലയിൽ ഈ ആരോപണങ്ങളോട്, പ്രത്യേകിച്ച് ഈ സ്ത്രീകൾക്കെതിരായി ഉന്നയിച്ചിട്ടുള്ള ഈ വലിയ ആരോപണത്തോട് ശോഭ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാനിപ്പോ കേൾക്കുന്നുണ്ടോ ശോഭ? ലൈൻ ഒന്ന് ഒരു മിനിറ്റ്. ഓക്കെ. യെസ്, ശോഭയിലേക്ക് ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ സാബു മോനിലേക്ക് തന്നെ ഞാൻ തിരികെ എത്തുകയാണ്. നമ്മളിപ്പോൾ ഈ സൂചിപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ പിന്നാമ്പുറ വശങ്ങൾ, അത് പ്രേക്ഷകർക്ക് അറിയാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം കൂടിയാണ്. ഇതിൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂ, ഈ ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ സെലക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇത്തരത്തിൽ കോംപ്രമൈസിനെ കുറിച്ച് അല്ലെങ്കിൽ കൈക്കൂലി നൽകുന്നതിനെ കുറിച്ചോ ഇങ്ങനെ ഒരു ഡീലിങ്ങിനെ കുറിച്ചൊക്കെ ആരോടെങ്കിലും ഒക്കെ സംസാരിച്ചതായി ഒരനുഭവമോ അത്തരത്തിൽ ആരെങ്കിലും പറഞ്ഞു കേൾക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ സാബുമോ? ഈ പിന്നെ എന്താ പറയുന്നത്, ഈ കൈക്കൂലി എന്ന് പറയുമ്പോൾ പിന്നെ സാധാരണ സിനിമയിലും ടെലിവിഷനിലുമൊക്കെ വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ്. വേറൊരാൾ വർക്ക് പിടിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പെർസെൻറ്റേജ് അവർക്ക് കൊടുക്കും. ഇപ്പോൾ ഈ പ്രൊഡക്ഷൻ മാനേജർമാർ നമ്മളെ ഹാൻഡിൽ ചെയ്യുന്ന, ഇപ്പം ഇവിടെയുള്ള സിനിമാ താരങ്ങളെയും ടെലിവിഷൻ താരങ്ങളെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന അവർക്കൊരു മാനേജർ കാണും. ആ മാനേജർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരെ ഫുൾ ടൈം മാനേജർ എന്നല്ല, അവർ വേറെ പ്രൊഡക്ഷൻ ഭാഗമായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവർക്കൊരു കമ്മീഷൻ കൊടുക്കാറുണ്ട്. കാരണം അവരതിനു വേണ്ടി ജോലി ചെയ്യാറുണ്ട്, അവർ പോയി വർക്ക് പിടിച്ചുകൊണ്ടുവരും. അതിനെ നമ്മൾ കൈക്കൂലി എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ അതിനെ കൈക്കൂലി എന്ന് വിളിക്കാൻ പറ്റില്ല. അതുപോലെ ഇതിനകത്ത് റെമ്യൂണറേഷൻ്റെ കാര്യം, ഇയാൾക്ക് ഇത്ര കൊടുത്തു ഇയാൾക്ക് ഇത്ര കൊടുത്തു എന്നൊക്കെ വരുമ്പം അത് ഓരോരുത്തരുടെ നെഗോഷിയേറ്റിംഗ് സ്കില്ലനുസരിച്ചിരിക്കും. ഇപ്പോൾ എന്നോട് ഒരു വർക്കിന് പങ്കെടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആവശ്യപ്പെടുന്ന ഒരു തുകയുണ്ട്. അപ്പോൾ അവർ പറയും ഇത്ര രൂപയെ തരാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഒരു എന്താ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും വിലപേശി കച്ചവടം ഉറപ്പിക്കുക എന്ന് പറയുന്നതാണ്. കാരണം എനിക്ക് ഇത്ര വേണമെന്ന് ഞാനും അത്രേ ബഡ്ജറ്റ് ഇല്ല എന്ന് അവരും പറയും. അവസാനം നമ്മളൊരു എക്സ് എമൗണ്ടിൽ ഇതെത്തിക്കും. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ വെളിയിൽ വന്നതിന് ശേഷം മറ്റേ ആളിന് ഇത്രയാണ് കിട്ടിയിരുന്നത്, എനിക്ക് ഭയങ്കര കുറവായിരുന്നു എന്ന് പറയുന്നതിനകത്തൊരു ഔചിത്യ ഇല്ലായ്മയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും മനസ്സിലായി, ആ പോയിന്റ് മനസ്സിലായി. മറ്റ് വഴിവിട്ട കാര്യങ്ങൾക്ക് പ്രലോഭിപ്പിക്കാറുണ്ടോ? അതെ, അതാണ് നമ്മുടെ മെയിൻ ചോദ്യം, മെയിൻ വിഷയവും അത് തന്നെയാണ്. ശോഭ വിശ്വനാഥ് നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശോഭ, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കാസ്റ്റിംഗ് കൗച്ച് ആണല്ലോ ഇവിടുത്തെ വിഷയം. ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഒരു വിഷയം അങ്ങനെ വെറുതെ വന്നിരുന്നിട്ട് എല്ലാ സ്ത്രീകളും അങ്ങനെയാണ്, അവരങ്ങനെയാണ് അതിൽ കയറിയത് എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. കാരണം അതിൽ എത്രത്തോളം സ്ത്രീകളാണ് കണ്ടസ്റ്റൻസ് ആയിട്ട് വന്നു പോയിട്ടുള്ളത്, അവരെ എല്ലാം മാനം കെടുത്തുന്ന തരത്തിലുള്ള ഒരു ആരോപണമല്ല. അത്തരത്തിൽ വേഗമായിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു വിഷയമാണ്. എന്തിനാ ആരോപണം ഈ ഘട്ടത്തിൽ ഈ ഒരു നിമിഷം ഉന്നയിച്ചു എന്നുള്ള വലിയ ചോദ്യമോടെ നിൽക്കുന്നുണ്ട്. അതിൽ പങ്കെടുത്ത ഈ പറയുന്ന മത്സരാർത്ഥിക്കൊപ്പം തന്നെ ആ ഷോയിൽ മത്സരിച്ച് ജയിച്ച് ഫൈനലിസ്റ്റ് ആയ ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ശോഭയെ വളരെ വലിയ രീതിയിൽ ഈ വിഷയം ഇപ്പോൾ ബാധിക്കുന്നുണ്ട്. സൈബർ ഇടങ്ങളിൽ വലിയ ആക്രമണം നേടുന്നുണ്ട്. അതോടൊപ്പം ശോഭ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ അത് ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കഴിവിനെ മികവിനെ ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയം തന്നെയല്ലേ ഇത്? ഞാനിപ്പോൾ ഇന്ന് വന്നതും അതേ കാരണം കൊണ്ടാണ്. ഇതിപ്പം ഒന്നാമത്തെ ദിവസം ഈ വീഡിയോ ഇട്ടപ്പോൾ അതിനെ ഇഗ്നോർ ചെയ്തു. രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം, ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ കൂടെ മത്സരിച്ച ഓരോ സ്ത്രീ കണ്ടസ്റ്റൻസിനും, എൻ്റെ കൂടെ മാത്രമല്ല, സീസൺ 5 മുതൽ സീസൺ 6 വരെ എന്താ കണ്ടസ്റ്റ് ചെയ്ത് കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്.
അതായത് ഞാൻ ഈ ഷോയിലേക്ക് വന്ന അപ്പം തുടങ്ങുമ്പോൾ ഞാൻ അതിവിടെ നിന്ന് തുടങ്ങണമല്ലോ, ഞാൻ എങ്ങനെയാണ് ഈ ഷോയിലേക്ക് വന്നതെന്നുള്ളത്. അതായത് അറിയായിരിക്കും ഒരുവിധം കേരളത്തിൽ ഇപ്പം ഞാൻ 13 ഇയേഴ്സായിട്ട് ഒരു സോഷ്യൽ ഓൺട്രപ്രനറാണ്, ഒരു സെലിബ്രിറ്റി ഡിസൈനറാണ്, ഒരു ചൈൽഡ് ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ 13 ഇയേഴ്സായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച് വരുന്ന ഞാനാണ്. അത് മാത്രമല്ല, എന്നെ ഷോയിലേക്ക് കൊണ്ടുവരാൻ തന്നെ കാര്യം, ഞാൻ ഫൈറ്റ് ചെയ്ത് ഒരു കേസിൽ നിന്ന് പുറത്തിറങ്ങി സ്ട്രോങ് ആയിട്ട് വന്ന് സംസാരിച്ച് ഇന്നസെൻസ് പ്രൂവ് ചെയ്തതിൻ്റെ ഒരു കാരണം കൊണ്ടായിരിക്കാം എന്നെ ഈ ഷോയിലേക്ക് ഇങ്ങോട്ടേക്ക് ഏഷ്യാനെറ്റ് ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പോൾ അത്രയ്ക്ക് ഓൾ ഡ്യൂ റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് എന്നെ ഷോയിലേക്ക് ഇൻവൈറ്റ് ചെയ്തതും. അത് എന്നെ കഴിഞ്ഞ സീസണിലല്ല ഇൻവൈറ്റ് ചെയ്തത്, അതിന് മുമ്പിലത്തെ സീസണിലാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അതായത് ഈ ഇൻ്റർവ്യൂ പ്രോസസ്സ് നിങ്ങൾ ആലോചിക്കണം, ഇത് ഏഷ്യാനെറ്റ് മാത്രം ചെയ്യുന്ന ഒരു സംവിധാനം അല്ല. ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എൻഡമോൾ ഷൈൻ എന്ന് പറഞ്ഞ സബുചേട്ടൻ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ഒരു ബ്രാൻഡ്, ഒരു കോർപ്പറേറ്റ് ആണ് ഇത് ചെയ്യുന്നത്. അതിനെ കൂടെ തന്നെ ഏഷ്യാനെറ്റും ഇപ്പം ഡിസ്നിയും ഹോട്ട്സ്റ്റാറും എല്ലാവരും കൂടെ ചേർന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം ഇത്രയും ഒരു നടത്തുന്ന ഒരു പരിപാടി ഇങ്ങനെ ഒരു ബാഡ് എന്ന് വെച്ചാൽ ബിക്കോസ് ഞാനത് പോയതാണ്, എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവാത്ത ഒരാളാണ്. എൻ്റെ കാര്യമേ എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുള്ളൂ, അത് മറ്റതിലേക്ക് ഞാൻ വരാം. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇൻ്റർവ്യൂവിന് ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതിനുശേഷം ഞങ്ങൾക്ക് അല്ലാത്തൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് പാനൽ ഒരു 8-10 പേരുള്ള ഇൻക്ലൂഡിങ് സ്ത്രീകൾ അടങ്ങുന്ന ഉള്ളൊരു ജഡ്ജിങ് പാനലാണ്. അതും ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ സംസാരിക്കുന്ന പോലെ അവിടെ ക്യാമറകൾ ഉണ്ടായിരുന്നു. അതും ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ വലിയൊരു സ്റ്റുഡിയോയ്ക്കകത്താണ് നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂ തന്നെ നടത്തുന്നത്. അതിനുശേഷം കോള് വന്നതിന് ശേഷം ഞാൻ കഴിഞ്ഞ മുമ്പിലത്തെ വർഷം എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുകയും അതിന് എൻ്റെതായ കാരണങ്ങളുണ്ട്. എനിക്ക് കേസ് നടത്തണമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അത്ര സപ്പോർട്ട് തന്നില്ല. അതിൻ്റെതായ കാരണങ്ങൾ. ഒന്ന്, അതുവരെ നമ്മൾ ഈ സീസൺ 5 വരെ അല്ലെങ്കിൽ 4 വരെ ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പം എല്ലാവർക്കും ഒരു അടിപിടി അല്ലെങ്കിൽ ഒരു ടോക്സിസിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറഞ്ഞ ഒരു സൈബർ ബുള്ളിങ് അങ്ങനെയൊക്കെ നടക്കും എന്നുള്ളൊരു ഇതാണ് എൻ്റെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്ന ഒരു ഇത്. അപ്പം എനിക്കത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ അത് മാറ്റണം എന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ പോയി അതിൽ എനിക്ക് തെളിയിക്കണം, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതല്ല, ഞാൻ എന്തൊരു റെസ്പെക്റ്റോട് കൂടിയാണ് ഞാൻ അതിനകത്ത് കയറുന്നത്. അതിനെയും കാട്ടി കൂടുതൽ ഒരു ഗുഡ് വില്ലോടെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ആ കോൺഫിഡൻസിലൂടെയാണ് ഞാൻ അടുത്ത വർഷം ഞാൻ പോയി കാണിച്ചത്. മനസ്സിലായില്ലേ? പക്ഷെ പോയി കാണിച്ചപ്പോഴത്തേക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛനും അമ്മയും ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലി റൗണ്ടിൽ നിങ്ങൾക്ക് കാണാം എന്തുമാത്രം എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇത്രയും ഒരു പ്രൗഡായിട്ട് ഒരു ഫീലിംഗ് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, സന്തോഷം കൊടുക്കാൻ പറ്റില്ല. എൻ്റെ ബ്രദറാണ് അവരെ എയർപോർട്ടിൽ കൊണ്ടാക്കി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാവരും ഒരു മറുപടി ശോഭയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. കാരണം ഈ പറയുന്ന അഖിൽ മാരാർ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്, അതായത് പെൺകുട്ടികളെ ഒന്നും വീട്ടിൽ നിന്ന് സമ്മതത്തോടെ അയക്കുന്ന ഒരു പ്രോഗ്രാം അല്ല ഇത് എന്നുള്ളത്. ശോഭയുടെ കാര്യം തന്നെ കണ്ടില്ലേ, വീട്ടിൽ പറയാതെയാണ് വന്നത് എന്നുള്ള വലിയൊരു ആരോപണമുണ്ട്. അത് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. എന്നിട്ട് പോലും എന്റെ അച്ഛൻ അഖിലിനോട് ലൈക്ക് ഭയങ്കര സ്നേഹത്തോടെയാണ് അച്ഛൻ വന്നത്. എന്റെ മോളുടെ അടുത്തുള്ള സ്നേഹം പോലെയാണ് അഖിലിനോടും പെരുമാറിയത്. അപ്പൊ അഖിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് എന്റെ അച്ഛൻ അവിടെ പോയി. എന്നെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു കാര്യമാണ് ആ ഒരു വാക്കുകൾ. അപ്പൊ എന്നിട്ട് പോലും നമ്മൾ അതൊന്നും ഇപ്പൊ ഞാൻ ഈ പറയുന്ന സമയത്ത് പോലും അഖിലിനോട് ഒരു വൈരാഗ്യമോ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ആ സീസണിനകത്ത് വെച്ച് തന്നെ തീർത്ത് നല്ലൊരു മെസ്സേജ് കൊടുത്ത ഒരു സീസണാണ്. ഇപ്പോഴും ആൾക്കാർ ഇരുന്ന് വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഒരു സീസണാണ്. സീസൺ 5ന്റെ ഭാഗമാവാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഐ ഫീൽ സോ പ്രൗഡ്. ആ പ്രൗഡ് ഫീലിംഗോട് കൂടിയാണ് എൻ്റെ സീസണിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് ഉറപ്പിച്ച് പറയാം എൻ്റെ സീസണിന് ഓരോ എന്തോ പറഞ്ഞോളൂ സാബു പറഞ്ഞോളൂ. ശോഭ നിങ്ങൾ തമ്മിലുള്ള മറ്റേ വഴക്കം ഗെയിമും അല്ല ചോദിച്ചോണ്ട് ചോദ്യ വിഷയം എന്ന് പറയുന്നത്, അഖിൽമാരാര് ഈ ബിഗ് ബോസിൽ പിന്നെ പങ്കെടുത്ത സ്ത്രീകളെ ഒന്നടങ്കം ഒരു സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. അത് ഭയങ്കര ഒരു ബാഡ് ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ അതാ പറയാം, സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിൽ പോലും തെറ്റ് തന്നെയാണ്. എനിക്കിപ്പോൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും പേരെ പറയുമ്പോൾ നമ്മൾക്ക് ആരാണ് എന്താണെന്ന് എടുത്ത് പറയാൻ ഇത്രയും ധൈര്യമായിട്ട് വന്ന് നിന്ന് സംസാരിച്ച വ്യക്തിക്ക് എന്തുകൊണ്ട് ആ ധൈര്യത്തോടു കൂടി അവരുടെ പേര് പറഞ്ഞുകൂടാ? ആ പറഞ്ഞെങ്കിൽ എത്രയും മോശപ്പെട്ട ആൾക്കാരാണ്. അങ്ങനെ ഒരു കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളും അറിയണം. ഈ പറഞ്ഞ പോലെ നമ്മൾ അറിയാത്തൊരു കാര്യം ഇങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതല്ല. അതാരൊക്കെ അല്ലെങ്കിൽ അതിനകത്ത് മത്സരാർത്ഥികൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് വിളിച്ച് പറയണം. നമുക്കും അറിയാൻ ഇതുണ്ട്, നമ്മൾ കൂടെ നിൽക്കും. ഞാൻ ഇത് തന്നെ ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ അതിനെ ഷെയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, വി വിൽ സ്റ്റാൻഡ് വിത്ത് യു.
ഞാനായിരിക്കും കൂടെ പോയി DGPന്റെ അടുത്ത് വേണമെങ്കിൽ ഒരു പെറ്റീഷൻ കൊടുത്ത് ഫയൽ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ അതാണ് ചോദിക്കാൻ വന്നത്. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയരുന്ന ഒരു ചോദ്യമാണ്, അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞൂടെ? താങ്കളുടെ കയ്യിൽ ഓഡിയോ ക്ലിപ്പ് ഉണ്ട്, മറ്റ് മെസ്സേജുകളുണ്ട്, CCTV ഫുട്ടേജ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ധൈര്യത്തോടെ പുറത്തുവിടാൻ തയ്യാറാകണം. ശോഭ വെല്ലുവിളിക്കുന്നുണ്ട്. അല്ല, അതിന് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കേട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, എന്തിനാണ് അവർ രണ്ടുപേരുടെയും പേര് ആർക്കും അറിയില്ലെന്ന്? അറിയട്ടെ, സമൂഹം അറിയട്ടെ. അങ്ങനെ വ്യക്തികൾ ഉണ്ടെങ്കിൽ അത് അറിയപ്പെടണം. മനസ്സിലായില്ലേ? അറിയപ്പെടണം, ആക്ഷൻ എടുക്കപ്പെടണം. അതായത് ഞാൻ പറഞ്ഞില്ല, ഇത്രയും ഒരു 5 സീസൺ, ഇപ്പൊ 6 സീസൺ ഓടിക്കൊണ്ടിരിക്കുന്ന, അതിനകത്ത് നടക്കുന്നവർക്ക് പോലും, സ്ത്രീകൾക്ക് പോലും അറിയില്ല എന്താണ് സംഭവിക്കുന്നത്. അവർക്ക് അഗെയിൻസ്റ്റ് വരുന്ന സൈബർ ബുള്ളിങ് ഞാൻ അനുഭവിച്ചതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാത്തിൽ നിന്നും വിട്ട് ഞാൻ ഫ്ലൈയിങ് കളേഴ്സോടെ പുറത്ത് വന്നൊരു മത്സരാർത്ഥിയാണ്. ഇപ്പം ഒരു നിമിഷം കൊണ്ട് എല്ലാവരുടെയും പോയിന്റ് ആണ് ചെയ്യുന്നത്. മുഴുവൻ കെട്ടുപോയൊരു അവസ്ഥ, എല്ലാരും കെട്ടുപോയി. ഇത്രയും നമ്മൾ പ്രൗഡായിട്ട് ഉണ്ടാക്കി എടുത്ത ഒരു പേര് ഒരു നിമിഷം കൊണ്ട് നശിപ്പിച്ചത്, അതും ഒരു വെറും അക്യൂസേഷൻ കാരണം. അത് അക്യൂസേഷൻ ആണെങ്കിൽ വരട്ടെ, വരുന്നത് നല്ലത് തന്നെയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിളിച്ചറിയിക്കണം. ഔട്ട് ലൗഡ് വി ഷുഡ് സേ, ബട്ട് വിത്ത് എവിഡൻസ്, പ്രോപ്പർ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കട്ടെ. വ്യക്തികളുടെ പേര് പുറത്ത് കൊണ്ടുവരട്ടെ, ആരൊക്കെയാണ് അതിന്റെ ഭാഗമായെന്ന് പറയട്ടെ. അത് കൊണ്ടുവരട്ടെ, വെളിച്ചത്തിലേക്ക് കൊണ്ടുവരട്ടെ. അഖിൽ മാരാർ ആരെയാണ് പേടിക്കുന്നത്, ഭയക്കുന്നത്? ഏത് കോർപ്പറേറ്റിനെ എനിക്ക് ഭയമില്ല, അത് സുപ്രീം കോർട്ട് അല്ലല്ലോ എന്ന് ചോദിച്ച വ്യക്തി എന്തായാലും ഒരു മത്സരാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് അതിന് ഒരു എക്സ് കണ്ടസ്റ്റന്റ്, ഈ പറഞ്ഞ പോലെ പേളി മാണി മുതൽ ഭാഗ്യലക്ഷ്മി ചേച്ചി മുതൽ ഒരുപാട് രഞ്ജിനി ഹരിദാസ് മുതൽ എല്ലാവരുടെയും ഇതിൽ തോക്ക് ചൂണ്ടുന്ന ഒരു ഇത് തന്നെയാണ്. അല്ലാതെ പുറത്ത് വന്നാൽ, ഞാൻ പറയട്ടെ, അതിനകത്ത് പറഞ്ഞത്, പുറത്ത് പേടിക്കാനില്ലെങ്കിൽ നിങ്ങൾ എന്തിനു സംസാരിക്കണം, റിയാക്ട് ചെയ്യണം. റിയാക്ട് ചെയ്തില്ലെങ്കിൽ നിശബ്ദത ആയിട്ട് ഞാൻ 2 ദിവസം ഇരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു നീയാണോ? ശബ്ദിച്ചു കഴിഞ്ഞാൽ പറയും അപ്പൊ നീ റിയാക്ട് ചെയ്യുന്നത് നീ അതിനകത്ത് പാർട്ടായതുകൊണ്ടാണ്. എവിടെ എന്ത് നിൽക്കണം? പക്ഷെ ഞാൻ ശക്തമായിട്ട് ഇവിടെ നിന്ന് സംസാരിക്കുന്നു, ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. അങ്ങനത്തെ വ്യക്തികളുണ്ടെങ്കിൽ അത് പുറത്ത് വരണം. ശോഭ, അതായത് ഇപ്പൊ കാസ്റ്റിംഗ് കൗച്ച് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ ഉൾപ്പെട്ടു പോയ സ്ത്രീകൾക്ക് ഒരു പക്ഷേ അവരുടെ പേര്, സ്വകാര്യ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് എത്രയോ കേസസ്, എത്രയോ ഫിസിക്കൽ അസോൾട്ട് ആയിട്ടുള്ളത്, എത്ര മെന്റൽ ഹറാസ്മെന്റ് ആയിട്ടുള്ളതായാലും അതുപോലത്തെ ഒരുപാട് ഇഷ്യൂസ് സ്ത്രീകളെ സംബന്ധിച്ച്, വർക്ക് പ്ലേസ് ഹറാസ്മെന്റ്, ഇതിനൊക്കെ വിക്ടിംസിനെ കാണിക്കാറില്ല, ചിലപ്പോൾ പേര് പോലും പറയാറില്ല. എന്നാൽ പോലും വി കുഡ് ഫയൽ എ കേസ്. ഐ ആം റെഡി ടു. അങ്ങനത്തെ ഉള്ളവർ, ഞാൻ പറയില്ല, അങ്ങനത്തെ ഉള്ളവർ എന്തുകൊണ്ട് നമ്മൾ ആരെയും സമീപിച്ചില്ല? അങ്ങനത്തെ വനിതകളുണ്ടെങ്കിൽ വരട്ടെ. ഐ ട്രൈ ടു കോണ്ടാക്ട് ഈ പറഞ്ഞ ആരോ 2 പേരുടെ എന്തോ ഇത് വന്ന് അവരും പറയാൻ റെഡിയല്ല. പറയാൻ റെഡിയല്ലാത്തോളം കാലം നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ വിക്ടിംസ് പറയണ്ട, കൾപ്രിറ്റ്സിന്റെ പേര് പറയട്ടെ. അതെ, ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണത്തിൽ എപ്പോഴും നിഴലിച്ചു നിൽക്കുന്നത് 2 പേരുടെ കാര്യമാണ്. അങ്ങനെ ഒരു 2 പേർ ഇതിന്റെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് അവിടെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഈ സ്ത്രീകളെ ദുരുപയോഗം ചെയ്തുകൊണ്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ സാബുമോൻ? ഇല്ല, എനിക്ക് അത് തോന്നുന്നില്ല. കാര്യം അത് അങ്ങനെ ആ സിസ്റ്റത്തിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ ടീമിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് ഈ പറയുന്ന കമ്പനിയുടെ ചാനലിൻ്റെ പിന്നെ പങ്കെന്നുള്ളത്. കാര്യം ഞാൻ എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് തന്നെ പിന്നെയും വരാം. എനിക്ക് തോന്നുന്നില്ല അവരുടെ ഒരു നല്ല ഗുഡ് വില്ലുള്ള ഒരു പ്രോഡക്റ്റിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പിന്നെ ഈ ചാനലിനെ സമ്മതിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഈ എൻ്റെ കേട്ടറിവാണ് ചില പിന്നെ വർക്ക് ചെയ്തിരുന്ന ചിലരെയൊക്കെ പിന്നെ അവർ പിന്നീട് ഉള്ള സീസണുകളിൽ പങ്കെടുപ്പിക്കാതെ ചില ക്രൂവിനെയൊക്കെ അവിടുന്ന് മാറ്റിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ക്രൂ മാറി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിൻ്റെ റീസണൊന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ കേട്ടത് ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ്. വ്യക്തിപരമായി എനിക്ക് തോന്നുന്നു ആ വിഷയം അറിയാമെന്ന്, അതുകൊണ്ടാണ് സാബുമോൻ ഞാൻ ഇടപെടുന്നത്. അതെ, പറഞ്ഞോളാം. ക്രൂ മെമ്പേഴ്സിനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ക്രൂ മെമ്പറിൽ ഒരാളുടെ പേര് എന്ന് പറഞ്ഞത് നമ്മുടെ ക്രിയേറ്റീവ് ഹെഡ് ആയിട്ടുള്ള ഡയറക്ടർ ആയിട്ടുള്ള അർജുൻ, അദ്ദേഹത്തിന്റെ പേരാണ്.
അർജുൻ അദ്ദേഹം ഇപ്പോഴും ആ നമ്മുടെ സീസൺ 6ന്റെ ഷോ ഡയറക്ടർ തന്നെയാണ്. അതെ, പക്ഷെ അഖിൽമാരാർ അതിന്റെ അകത്ത് റുബീന എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ, റുബീന എന്ന് പറഞ്ഞ ഒരു ക്രിയേറ്റീവ് ഹെഡിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാ സീസണിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരാറുണ്ട്. ഇപ്പോഴും വീക്കെൻഡ്സിൽ റുബീന അവർ പോവാറുണ്ട്. അതിന്റെ ഒരു പാർട്ടാണ്. അതിൽ നിന്ന് മാറിയിട്ടില്ല. ദേ ഓൾ ആർ എ പാർട്ട് ഓഫ് ദറ്റ് ഷോ. മനസ്സിലായി? അറ്റ്ലീസ്റ്റ് നമ്മുടെ സീസൺ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും അതിന്റെ പാർട്ട് തന്നെയാണ്. അപ്പൊ പിന്നെ അവിടെ ഫാക്ട്സ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ. അപ്പം ആ ക്രൂവില് ഇപ്പോഴും പാർട്ടായിട്ടുള്ള ആളുകളെ അല്ല, ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പേരുകാരിയൊന്നും അല്ല. ശോഭയുടെ സീസണ് മുമ്പ് ഉണ്ടായിരുന്ന കുറച്ച് ചില സ്റ്റാഫുകളെ മാറ്റിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ശരി ശരി, വ്യക്തമാണ് സാബുമോൻ. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ശോഭ, അതായത് ഈ പറയുന്ന വ്യക്തികൾ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള കള്ളക്കളികൾ നടക്കുന്നതിന്റെ പേരിൽ മാത്രം പുറത്തുപോയി, രാജിവെച്ച് പുറത്തുപോയി എന്നുള്ളതാണ് വലിയ ആരോപണം. പക്ഷെ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ളതാണ് ശോഭ പറയുന്നത്, അല്ലേ? പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു കാര്യം ഇത്രയും വലിയൊരു കാര്യമാണ്, ചെറിയ കാര്യമല്ല, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും പറഞ്ഞ സ്ത്രീകളും ഒരുമിച്ച് തന്നെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു വലിയൊരു അക്യൂസേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് ഇതിപ്പം മുമ്പോട്ട് അതിനെക്കുറിച്ച് ക്ലാരിറ്റിയോട് തരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് റീസൺ അറിയില്ല. അത് റീച്ചിനാണോ അതോ അത് മോണിറ്റൈസ് ചെയ്യാനാണോ, അത് ഫോർ വാട്ട് എവർ റീസൺ ഇറ്റ് ഇസ്, അത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോളജൈസ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് പിന്മാറുക, അല്ലേ? അപ്പൊ അതാണ് ചെയ്യേണ്ടത്. ഇത്രയും ദിവസം നമ്മൾ 3 ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു 30, ഞാൻ പറയില്ല, എന്നെ 100ഓളം പേര് എന്നെ ഈ ഒരു 3 ദിവസം കൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും. അത് മീഡിയ ആയിക്കോട്ടെ, എൻ്റെ കൂടെ ഇൻക്ലൂഡിങ് മാല പാർവതി ചേച്ചി, എല്ലാവരും എന്നെ വിളിച്ചിട്ടുണ്ട്. ഇതിനെ എന്തുകൊണ്ട് ഇതിനകത്ത് 30 to 35 കണ്ടസ്റ്റൻസ് എന്നെ വിളിച്ചിട്ടുണ്ട്. അതിനകത്ത് പലരും റിയാക്ട് ചെയ്ത് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ കൂടെ ചെയ്തിട്ടുള്ളത് എന്നെ വന്ന് എനിക്ക് കുറെ ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഞാനൊരു റിപ്ലൈ കൊടുത്തിട്ട് ഒറ്റ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ എൻ്റെ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് വേറെ ആരോ ഇങ്ങനെ ഇതുപോലെ ഒരു വിക്ടിം ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിന് കുട്ടിക്ക് ഞാൻ സ്റ്റോറി ആയിട്ട് തന്നെ ഞാൻ ഇട്ടു, പ്ലീസ് അത് കൾപ്രേറ്റിനെ പറ്റി പറയാ, വി വിൽ സ്റ്റാൻഡ്. ഇതിന്റെ അപ്പുറം നമുക്ക് എന്താണ് അതിനെക്കുറിച്ച് ചെയ്യാൻ പറ്റുന്നത്? ഞങ്ങൾ അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ അങ്ങനത്തെ വിക്ടിംസ് ആയിട്ട് വരുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാതെയല്ല, നമ്മൾ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ അറിയാമെന്നുള്ള അഖിൽമാരാറിന് അതിനെ പറ്റി അറിയാമെങ്കിൽ തുറന്നടിച്ച് പറയൂ, ഭയക്കാതെ തുറന്നടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നവരാണെങ്കിൽ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ ഒരുപാട് പേര് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് പറയുന്നില്ല? അതെ, ഈ കാടടച്ച് വെടിവെക്കുക എന്നൊക്കെ നമ്മൾ ചൊല്ലായിട്ട് പറയാറുണ്ടല്ലോ, അതേ ഒരു അവസ്ഥയാണ്. എല്ലാവരും അതിൽ വ്യക്തിഹത്യ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ ഈ അഖിൽമാരാർ നേരത്തെ വലിയ ഫാൻ ബേസ് ഉള്ള ഒരാളാണ്, ക്രൗഡ് പുള്ളറാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ ആളുകൾ വരുന്നതിൽ തങ്ങളും ഈ ഓഡീഷനൊക്കെ പോയിരുന്നു, ഈ കാരണം കൊണ്ടാണ് പിന്നീട് സെലക്ട് ആവാഞ്ഞത്, തങ്ങൾ ഈ ഒരു കോംപ്രമൈസിന് തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തങ്ങളെ ഔട്ടാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ വരുമ്പോൾ അത് അഖിൽമാരാർ തന്നെ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കേട്ടില്ലേ ഇവർ പറയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് വന്നില്ലേ? അപ്പോൾ കൂടുതൽ വിശ്വാസ്യത പിടിച്ചെടുക്കാൻ അത്തരം വീഡിയോകൾ കൂടി വെക്കുമ്പോൾ സാധിക്കുന്നുണ്ട് ആ വ്യക്തിക്ക്. അതിനകത്ത് ആദ്യത്തെ വീഡിയോ വന്നതിൽ അത് സിബിൻ അഖിലിന് അയച്ചു കൊടുത്ത ഒരു വീഡിയോ ആണ്. ഒരു കുട്ടി സമീപിച്ചിട്ട് അങ്ങനെ അയച്ചു കൊടുത്തത്. അപ്പം ഞാൻ സിബിനെ വിളിച്ചു, ഞാൻ പറഞ്ഞു ഇതുപോലെ അത് ആരാണ്, എന്താണ് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണെന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ, മനസ്സിലായില്ല? അല്ലാതെ ഈ പറഞ്ഞ പോലെ വേഗമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നതിനോടോ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നതോടോ ഒരിക്കലും ഒരു ശരിയായിട്ടുള്ള മറ്റതിലും ആണെങ്കിലും ആരോ പറഞ്ഞ് ഒരു തേർഡ് പാർട്ടി പറഞ്ഞ് കേട്ട് അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തില്ല എന്നുള്ളൊരു റീസൺ ആണ് അതിനകത്ത് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ അതായത് ആരോ പറഞ്ഞു, ഒരു തേർഡ് പാർട്ടി പറഞ്ഞു, അപ്പം അങ്ങനെ എന്നാൽ ആ തേർഡ് പാർട്ടിയുടെ പേര് പറയൂ. അത് ഏഷ്യാനെറ്റിന്റെ ഒരു സ്റ്റാഫ് ആണെങ്കിൽ അത് പേര് പറയണം. ഞാൻ പറഞ്ഞില്ല, എന്തിനാണ് ഈ പറഞ്ഞ ഇത്രയും വരാനായിട്ട് ധൈര്യം കാണിച്ച കുട്ടികളെ ഞാൻ റിയലി അപ്രീഷിയേറ്റ്. പക്ഷെ ആ കാണിച്ച ധൈര്യം അവരുടെ പേരും കൂടി പറയാനായിട്ട് ധൈര്യം കാണിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. ഈ അഖിൽമാരാർ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ പലരും പറയുന്നുണ്ടല്ലോ, അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശോഭ അങ്ങനെ വ്യക്തിപരമായി ഇതിനു മുമ്പ് ഇത്തരം ഒരു വിഷയം കേട്ടിട്ടേ ഇല്ല എന്നാണോ? കേട്ടിട്ടില്ല. കേട്ടിരുന്നെങ്കിൽ ഞാൻ പോത്തില്ലല്ലോ.
ഒന്നാമത്തെ കാര്യം, ഞാൻ അങ്ങനെ ഒരു ടോക്സിസിറ്റി എന്തായാലും ഇത് പുറത്ത് വരുമ്പോൾ എനിക്ക് അത്രമാത്രം സൈബർ ബുള്ളിങ് ഉണ്ടായിട്ടുണ്ട്. അതായത് മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ PR വഴി വന്നിട്ടുള്ള ഡീഗ്രേഡിങ്, എനിക്ക് തോന്നുന്നു സീസൺ 5 ഏറ്റവും കൂടുതൽ തന്നെ അകത്തും പുറത്തും, മനസ്സിലായില്ലേ? ആ ഒരു കാര്യം അത് ഞാൻ പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയണേ, എനിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടാവില്ല നമ്മുടെ സീസണിലെ വിന്നറിനെ പോലെ സപ്പോർട്ട്. ബിക്കോസ് എടുത്ത് പറയണേ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ഇത് പറയും. ഡോക്ടർ റോബിൻ നമ്മുടെ സീസണിൽ വന്നിരുന്നു, ഒരു ഫിസിക്കൽ അസോൾട്ട് സംഭവിച്ചായിരുന്നു. അതെല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കാര്യമാണ്. ഇതേ കാര്യം, അതായത് ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്ത പോലെ ആ വ്യക്തി ഡോക്ടർ റോബിൻ ആ സമയത്ത് ഞാൻ എടുത്തു പറയാണ്, ആ സമയം പുള്ളിക്കാരന് ഏഷ്യാനെറ്റിൻ്റെ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അത് വെക്കാണ്ട് റിയാക്ട് ചെയ്ത ഒരാളാണ്. അവിടെ സംഭവിച്ച പല കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല, ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇതിനെ ഒരുപാട് രീതിയിൽ ശക്തമായിട്ട് അവിടെ ചാലഞ്ച് ചെയ്തിട്ടാണ് അത് പോയത്. എന്തുമാത്രം ഹറാസ്മെന്റ് ആണ് ഡോക്ടർ റോബിൻ പുറത്തിറങ്ങിയിട്ട് അനുഭവിക്കേണ്ടി വന്നത്. അതെന്തുകൊണ്ടാണ്? ഇതേ സെയിം സംഭവം സംഭവിച്ചിട്ട് ഒരു വ്യക്തിനെ പുറത്താക്കിയിട്ട് മറ്റേ വ്യക്തി പുറത്തു പോയിട്ടില്ല, അഖിൽമാരാർ പുറത്തു പോയിട്ടില്ല. അപ്പം അത് എന്ത് രീതിയിൽ പൊളിറ്റിക്കൽ സപ്പോർട്ടോ എന്ത് രീതിയിൽ എൻ്റെ ഇഷ്യൂവിൽ എന്നെ ആ സമയത്ത് ഇച്ചിരി ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, അതായത് പുറത്തുനിന്ന് ഓൾറെഡി വനിതാ കമ്മീഷൻ കേസ് എടുക്കാൻ റെഡി ആയിട്ടാണ് ഇരുന്നത്. അപ്പം എന്നെ അവിടെ ഒരു അപ്പോളജി പറഞ്ഞ് എന്നെ ക്ഷമിക്കണം എന്നുള്ള ഒരു പ്രഷറൈസ് ചെയ്ത് ഒരു പോയിന്റിൽ എത്തിച്ചത് കൊണ്ടാണ് എനിക്കും അത് കൊടുക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ പുറത്തിറങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞ് എല്ലാ ഇതും അറിഞ്ഞ് പഠിച്ച് കണ്ടിട്ട് തിരിച്ച് വന്ന് കളിച്ച ഒരു വ്യക്തി ആരുണ്ട്? അതിനുശേഷം ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, മനസ്സിലായില്ലേ? കപ്പ് ഞാൻ തന്നെ കൊണ്ടു. അപ്പൊ അവിടെയൊക്കെ ആർക്കുള്ള സപ്പോർട്ടാണ് കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് അത്രത്തോളം വിഷമമുണ്ടായിരുന്നു. ഐ ഫെൽ ദാറ്റ് അത്രത്തോളം അൺഫെയർ ആയിട്ടുള്ള എൻ്റെ അടുത്ത് അൺഫെയർ ആയിരുന്നു ചാനൽ കാണിച്ചതെന്ന് എനിക്ക് തോന്നി ഒരു 3 വീക്സ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ആ ഒരു ലെവലിൽ നമ്മൾ സംസാരിച്ചാൽ ശോഭ, അപ്പോൾ ആ ഒരു അൺഫെയർ സംഭവം അവിടെ ഉണ്ട്. ആർക്കൊക്കെയോ വേണ്ടി, ഇപ്പോൾ അഖിൽമാരാർ പറയുന്നു തനിക്ക് വേണ്ടിയിട്ടല്ല മറ്റാർക്കോ വേണ്ടിയിട്ടൊക്കെ ഈ ക്രൂ മെമ്പേഴ്സ് സഹായം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ശോഭ പറയുന്ന വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നതൊക്കെ അഖിൽമാരാർക്ക് അത്തരത്തിൽ പുറത്തു പോയി കഴിഞ്ഞതിന് ശേഷം ഈ ഗെയിം മനസ്സിലായിട്ടുണ്ട്, അത്തരത്തിലൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ്. ഞാൻ സാബുമോനിലേക്ക് ഒന്ന് പോവുകയാണ്. ഈ പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ, ഈ പുറത്ത് നിന്ന് ഈ കളികൾ എങ്ങനെയാണ് ഈ ഗെയിം പോകുന്നത്, പ്രേക്ഷകർ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്, ആർക്കാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ അവർക്ക് പ്രിയപ്പെട്ട ആളുകൾക്ക് ഒരു ക്ലൂ കൊടുക്കുന്നുണ്ടോ? ഒന്നാമത് ഇതിനകത്ത് നിൽക്കുന്നത് ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് അതിഭയങ്കരമായ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എനിക്ക് അങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഇൻഫർമേഷൻ കിട്ടാതിരിക്കുമ്പോൾ അതിനെ ചലഞ്ചിങ് ആയിട്ട് പിന്നെ ആ സംഭവങ്ങൾക്കെതിരെ എങ്ങനെ നമ്മൾ മനസാന്നിധ്യം കൊണ്ട് നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇടയ്ക്ക് പുറത്ത് കൊണ്ടുപോകാറുണ്ട് മീൻസ് അവിടുന്ന് വെളിയിലേക്കല്ല, അവിടെ ചില കണ്ടസ്റ്റൻസിനെ അവർക്ക് വലിയ പ്രഷർ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു കൺഫെഷൻ റൂം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, അവിടത്തേക്ക് മാറ്റിയിരുത്താറുണ്ട്. എന്നെ കൊണ്ട് ഇരുത്തിയിട്ടേ ഇല്ല. പിന്നെ പക്ഷേ എൻ്റെ സീസണിൽ പല കണ്ടസ്റ്റൻസിനെയും അവിടെ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് തന്നെ തോന്നും അവരെ രക്ഷിച്ചുകൊണ്ട് പോകുന്നതാണ് എന്ന്. പിന്നെ കുറേ നേരം അവരെ റിലാക്സ് ആകാനും പിന്നെ കൗൺസിലിംഗ് കൊടുക്കുകയൊക്കെ ചെയ്യും. കാര്യം അത് മാനുഷിക ഒരു പരിഗണന കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷേ അവിടുന്ന് പുറത്ത് പോയാൽ ഇൻഫർമേഷൻസ് കിട്ടും, അതിൽ സംശയമില്ല. അത് ആ കളിയുടെ ഗതിയെ ബാധിക്കുകയും ചെയ്യും. കാര്യം അങ്ങനെ പുറത്ത് പോകുന്നവർക്ക് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതനുസരിച്ച് ഗെയിമിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായും ഞാൻ 2 പേരിലേക്കും വരാം. നമുക്ക് ഈ ഒരു നിമിഷം ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ടാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വേഗം തിരികെ എത്താം. ജയിക്കാനും സ്വാഭാവികമായി ചർച്ചയിലേക്ക് തിരികെ എത്തുമ്പോൾ എനിക്കൊപ്പം ശോഭ വിശ്വനാഥും ഒപ്പം സാബുമോനും തുടരുന്നുണ്ട്. ഞാൻ സാബുമോനിലേക്ക് പോവുകയാണ്. ശ്രീ സാബുമോൻ, നമ്മൾ ഈ പറഞ്ഞ ഈ സുതാര്യതയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ഫെയർ ആയിട്ടാണോ അൺഫെയർ ആയിട്ടാണോ, ഫേവറിസം ഉണ്ട്, പാർഷ്യാലിറ്റി ഉണ്ട് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ ക്രൂവിൻ്റെ പാർഷ്യാലിറ്റി അല്ലെങ്കിൽ അവരുടെ അവർ വിചാരിക്കുന്നത് പോലെ അല്ല
പോകുന്നത്, അവർക്ക് ഇഷ്ടമുള്ള ആളുകളല്ല ജയിച്ച് കയറുന്നത് എന്നുണ്ടെങ്കിൽ അവർ വ്യക്തിപരമായി അല്ലെങ്കിൽ അവരെ ഡൗൺ ആക്കാൻ ശ്രമിക്കുക, അങ്ങനെ ഒരു വിഷയം ഇപ്പോൾ ഈ സീസണിലെ ഒരു കണ്ടസ്റ്റന്റുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. മെന്റലി ഡൗൺ ആക്കി പുറത്തേക്ക് വിട്ടു. സമാനമായ ഒരു സാഹചര്യം നേരത്തെ ഒരു 2 സീസൺ മുമ്പ് വിജയിയായ ഒരു ടൈറ്റിൽ വിന്നറായ ഒരു കണ്ടസ്റ്റന്റിന്റെ പേരിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ വ്യക്തി ഡിപ്രഷനിലായി പോയതിനു ശേഷം 2 ദിവസം കഴിഞ്ഞ് വീണ്ടും തിരികെ കൊണ്ടുവന്നു. പക്ഷേ ഈ പറയുന്ന, ഞാൻ ഈ പർട്ടിക്കുലർലി പേര് മെൻഷൻ ചെയ്യാതെ പറയുന്ന കണ്ടസ്റ്റന്റ് താങ്കൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നത് ഈ ഒരു വിഷയത്തിന്റെ തുടക്കത്തിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇത്തരത്തിലൊരു ഫേവറിസം നടക്കുന്നുണ്ട്. ചില ആളുകളെ മനഃപൂർവ്വം പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി മാനസികമായി അവരെ തകർക്കുന്നുണ്ട്. ഈ ഗുളിക നൽകി എന്നുള്ള വലിയ ആരോപണമൊക്കെ അവിടെ സൈഡിൽ നിൽക്കുന്നുമുണ്ട്. അതും കൂടി നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? സത്യത്തിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ അവിടെ താങ്കളുടെ അറിവിൽ? ഈ ചോദ്യം എന്ന് പറയുന്നത് പിന്നെ ഈ ഗെയിമിൻ്റെ നിയമം എന്താണ്? പ്രാഥമികമായിട്ട് ഈ ഗെയിമിൻ്റെ നിയമം എന്ന് പറയുന്നത് മാനസിക സംഘർഷങ്ങളെ അതിജീവിക്കുക എന്നാണ്. അതിജീവനം തന്നെയാണ് ഇതിലെ വിഷയം. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ കണ്ടസ്റ്റൻറ്റിനെ മാനസികമായി തളർത്തി പുറത്തു വിട്ടു എന്ന് പറഞ്ഞാൽ എന്തിനെ തളരാൻ പോയി എന്നുള്ളതാണ് കാര്യം. ഇപ്പം ഞാനുള്ള സീസണിലൊക്കെ എൻ്റെ നേർക്ക് ഇത് ആകാശം ഇടിഞ്ഞ് തലയിലോട്ട് വീഴുന്ന സന്ദർഭങ്ങളുണ്ടായിട്ട്, അപ്പോൾ അതിനകത്ത് പിടിച്ചു നിൽക്കുക എന്നുള്ളതായിരുന്നു. പിടിച്ചു നിൽക്കാതെ പുറത്തു പോയിട്ട് വെളിയിൽ വന്നിട്ട് എന്നിൽ സമ്മർദ്ദം ചെലുത്തി പുറത്തു വിട്ടാണ്. ആ സമ്മർദ്ദത്തിൽ ഞാൻ ഡിപ്രഷനിലായിപ്പോയി എന്ന് പറയുമ്പോൾ അയാളൊരു വിന്നിങ് മെറ്റീരിയൽ അല്ലല്ലോ. അപ്പോൾ കാര്യം അങ്ങനെയുള്ള തളർത്തലുകളിൽ എന്തുകൊണ്ട് തളർന്നു എന്നുള്ള, തളരാതെ പിടിച്ചു നിൽക്കലാണ് ആ ഗെയിമിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. അല്ലാതെ അതിനകത്ത് കായികപരമായിട്ടുള്ള സംഭവങ്ങളോ അങ്ങനെ ഒന്നും അല്ല അവിടെ വിലയിരുത്തപ്പെടുന്നത്. നിങ്ങൾ ഇത്തരം സംവിധാനങ്ങളെ എങ്ങനെ ഇപ്പോൾ അവർ അഥവാ പർപ്പസ്ഫുള്ളി തളർത്താൻ ശ്രമിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത് പിന്നെ അവതാരകനായ ലാലേട്ടൻ വന്നിട്ട് എന്തോ ഒരു കണ്ടസ്റ്റൻറ്റിനെ വഴക്ക് പറഞ്ഞു. അപ്പോൾ അതിൽ ഭയങ്കര വിഷമമായിപ്പോയി, മാനസികമായിട്ട് തളർന്നു പോയെന്നാണ്. വഴക്കൊക്കെ ഞാൻ ഇഷ്ടം പോലെ കുട്ടക്കണക്കിന് വാരിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അതിനെ അപഗ്രഥിച്ച് അതിൽ നിന്ന് അപ്പം ഗെയിം ചേഞ്ച് ചെയ്യണോ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ കാണിക്കരുതോ ഇനി ഇങ്ങനെ കാണിക്കണോ എന്നൊക്കെ അവിടെ എല്ലാവർക്കും വഴക്ക് കിട്ടാറുണ്ടല്ലോ. പക്ഷെ ടാർഗറ്റഡ് ആണ് എന്ന് തോന്നിയിട്ടുണ്ടോ? അപ്പൊ ഈ വഴക്ക് കിട്ടുന്ന സമയത്ത് ഈ അഖിൽമാരാർ പറഞ്ഞ വിഷയത്തിൽ അതുണ്ട്. തന്നെ അഖിൽമാരാർ സ്വയം തന്നെ എപ്പോഴും ടാർഗറ്റ് ചെയ്യുകയായിരുന്നു, അത്തരത്തിൽ താഴ്ത്താൻ ശ്രമിച്ചു, അതാണ് ഈ വഴക്കൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാനതിനെ ഇപ്പം കുറച്ച് മുമ്പേ ശോഭ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ശോഭ പറയുന്നത് അഖിൽമാരാറിനെയാണ് അവർ സപ്പോർട്ട് ചെയ്തിരുന്നത്, ശോഭയാണ് മാനസികമായിട്ട് അവർ തളർത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഈ വഴക്ക് കേൾക്കുന്നത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്നെ അവിടെ വഴക്ക് കേട്ടിട്ടുള്ളത് എൻ്റെ സീസണിൽ ഞാനാണ്. കാര്യം പിന്നെ എങ്ങനെയൊക്കെ പോയാലും കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് വരുമായിരുന്നു. ഞാനത് വളരെ സിമ്പിളായിട്ട് എടുക്കുള്ളായിരുന്നു. വഴക്ക് പറയണമെന്നുള്ളത് അവരുടെ കാര്യം, എന്ത് ചെയ്യണമെന്നുള്ളത് എൻ്റെ തീരുമാനം എന്നുള്ള. അതാ ഞാൻ പറഞ്ഞ ഗെയിമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ നോക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തോന്നും ഇത് എന്നെ തളർത്താൻ വേണ്ടിയായിരിക്കും ഇത് ചെയ്യുന്നത് എന്ന്. പിന്നെ നമ്മളെ പ്രഷറിൽ ഇടാൻ പറ്റും. കാര്യം ആ ഗെയിമിൻ്റെ അതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ് ഈ പ്രോഗ്രാം. അപ്പോൾ അതിൽ അവർക്ക് ആ ഗെയിമിനെ ആക്ച്വലി ആ ഗെയിമിൻ്റെ ഒഴുക്കിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ആ ഒഴുക്കിനെ എന്താ പറയുന്നത്, വേറെ ആരെങ്കിലും ഇൻ്റർഫിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് സുന്ദരമായിട്ട് അത് പൊളിച്ച് കളയാൻ പറ്റും. അതുപോലെ ഉണ്ടാകുന്ന ഗ്രൂപ്പുകൾ അവർക്ക് തകർക്കാൻ കഴിയും. കാര്യം അതിന് ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. അതിൽ ഗെയിം പ്ലേസ് ചെയ്ത് കൊടുക്കുന്നതിൽ, ടീം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നതിൽ, ഒരാൾ വേണമെങ്കിൽ അവർക്ക് നല്ല നല്ല സാധനങ്ങൾ കൊടുത്ത് പുഷ് ചെയ്ത് മുകളിൽ കൊണ്ടുവരാം. എൻ്റെ സീസണിൽ ഒരു കണ്ടസ്റ്റൻറ്റിന് ഇഷ്ടം പോലെ പിന്നെ സമ്മാനങ്ങളും സംവിധാനങ്ങളും ഒക്കെ കിട്ടുമായിരുന്നു, തുടരെ എല്ലാ പ്രാവശ്യവും മിക്കവാറും പ്രാവശ്യം. പിന്നെ ഈ വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് പുകഴ്ത്തലുകളും പിന്നെ ഭയങ്കര നമുക്ക് തന്നെ തോന്നും ഇത് ഭയങ്കര സപ്പോർട്ടാണല്ലോ അവർക്ക് കിട്ടുന്നത്, അപ്പോൾ അവർ ചെയ്യുന്നതാണോ ശരി, ഞാനെന്തോ ഭയങ്കര തെറ്റുകാരനല്ലേ എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. കാരണം ശരി ചെയ്യുന്നവർക്കാണല്ലോ എപ്പോഴും പ്രോത്സാഹനവും സപ്പോർട്ടും ഒക്കെ കിട്ടുന്നത്. അപ്പം വേറൊരു കണ്ടസ്റ്റൻറ്റിനെ 1-2 കണ്ടസ്റ്റൻസിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്കൊക്കെ എപ്പോഴും വഴക്കാണ്. പക്ഷെ നമുക്കങ്ങനെ തോന്നും. പക്ഷെ ആ തോന്നലുകളെ അതിജീവിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ആ ഗെയിം.
അതിന്റെ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മള് തുടക്കത്തിൽ ഇനി അഥവാ അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ പോരാടി ജയിച്ച് വെളി വരിക എന്നുള്ളതാണ്. അതെ, ഇത് ഞാൻ പറഞ്ഞില്ല, ജഡ്ജിങ് പാനലിൽ നമ്മൾ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യും. ആ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫിൽറ്ററിങ് ആണ്. നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് എടുത്തിടും, ടാബു ആയിട്ടുള്ള കാര്യങ്ങൾ, സൊസൈറ്റിയിൽ ടാബു ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യും. എന്നോട് പറഞ്ഞാൽ ഞാൻ ബോറിംഗ് പേഴ്സൺ, ലൈക്ക് എന്നെ പ്രൊവോക്ക് ചെയ്യാൻ പറഞ്ഞത് ഷോയിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബോറിംഗ് പേഴ്സൺ ആവും, എനിക്ക് ഇപ്പം തന്നെ എനിക്ക് ഇത് ചെയ്യാൻ പറ്റും. അതായത് അങ്ങനത്തെ രീതിയിലാണ് നമ്മളെ ടാർനിഷ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരമാണ്. അതിൽ നമ്മൾ എങ്ങനെ ഫൈറ്റ് ചെയ്ത് തിരിച്ച് പിടിച്ചു നിൽക്കും എന്നുള്ളത് ഒരു വലിയൊരു ഇത് തന്നെയാണ്. നമ്മുടെ മറുപടിയാണ് ഒരു എലിജിബിലിറ്റി ആയിട്ട് അവർ കണക്കാക്കുന്നത്, എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത്. എക്സാക്ട്ലി. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഷോയിൽ പല കാര്യങ്ങളും നമ്മളിപ്പം പറഞ്ഞില്ലേ, ഓരോരുത്തർക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്നത് നമ്മൾ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അതിനൊരു നമുക്ക് ഈ പറഞ്ഞ ഫോക്കസ് പോകുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ ഞാനൊരു കാര്യം ഞാൻ എടുത്തു പറയാം. അഖിൽ മാരാറിൻ്റെ എന്നെ ഏറ്റവും നെഗറ്റീവായിട്ട് കാണിച്ചു, ഞാൻ ഇപ്പോഴാണ് എപ്പിസോഡ്സ് കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞ ഒരു ഇടയ്ക്ക് വില്ലത്തിയായിട്ട് ഞാൻ പോകുന്ന രീതിയിൽ എനിക്ക് തന്നെ തോന്നി. ബിക്കോസ് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യം എടുത്തിട്ടുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞില്ല, അഖിൽ മാരാർ എന്തോ കൊല്ലത്തേക്കോ അങ്ങനെ എന്തോ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഉള്ള ഒരു ഇൻസിഡൻറ്റ്, അത് ഞാൻ കളിക്ക് പറഞ്ഞൊരു കാര്യം. പക്ഷേ എന്നാൽ അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ഷീച്ചുവിൻ്റെ അടുത്ത് പലതവണ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അത് 24 കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും. പലതവണ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അഖിൽ എപ്പോഴാണ് തിരിച്ചു വരണത്, എന്താണ് അവന് സംഭവിച്ചത്, ചേട്ടാ ചോദിക്ക്. അതൊന്നും ഇട്ടിട്ടില്ല. ഇടാണ്ട് കാണിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യമാണ്. എന്നിട്ട് ലാലേട്ടൻ നമ്മൾക്ക് പിന്നെയും നമുക്കൊരു ക്ലൂ കിട്ടുന്ന ഓഡിയൻസിൻ്റെ റെസ്പോൺസ് എന്താണെന്ന്, ലാലേട്ടൻ വന്ന് ആ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുമ്പോഴാണ്. ആ സമയത്ത് സബ്ജക്റ്റിനെ പറ്റി സംസാരിച്ചിട്ടില്ല, എനിക്ക് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനും പറ്റിയിട്ടില്ല. അത് ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ സൈഡ് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ അത് ഞാൻ മനസ്സിലാക്കുന്ന എപ്പോഴാണെന്നറിയോ, ഗ്രാൻഡ് ഫിനാലയ്ക്ക് തൊട്ട് മുമ്പേ ഷീച്ചേട്ടൻ എന്നോട് പറയാണ്, നീ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ല, അത് പുറത്ത് കത്തിയിട്ടുണ്ട്, അത് നിനക്ക്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞ ബാത്റൂം പോയി ഞാൻ വിഷമിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ പല ഇൻസിഡൻസും വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരെ ഓരോ ആംഗിളിലൂടെയും ഓരോ ഇതിലൂടെ എന്നിട്ട് നമ്മൾ എങ്ങനെ അവിടെ പിടിച്ചു നിന്ന് നമ്മൾ പുറത്തേക്ക് വരുന്നു എന്നുള്ള ഒരു കാര്യം, അതൊരു ഭയങ്കര സ്ട്രോങ് ഒരു വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഈ വീക്കെൻഡിൽ വന്നിട്ട് ഈ അവതാരകൻ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ശരിക്കും ഓഡിയൻസിന്റെ റെസ്പോൺസ് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ ശോഭ? ഇപ്പോൾ അഖിൽ മാരാർ പറഞ്ഞത് അത് അങ്ങനെയല്ല, അവർക്ക് ആരെയാണോ താഴ്ത്തേണ്ടത്, പുറത്താക്കേണ്ടത് അവരെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരു സ്ക്രിപ്റ്റഡ് സംഭവമാണ്. അതിൽ പ്രേക്ഷകർക്ക് കൈകടത്തലൊന്നുമില്ല, അത് പ്രേക്ഷകരുടെ അഭിപ്രായമൊന്നും അല്ല എന്നുള്ള തരത്തിലാണ്. പിന്നെ തന്നെ മെയിൽ ഷോവനിസ്റ്റ് ആയിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ്. 2 വീഡിയോസിൽ ഞാൻ കണ്ട ഒരു 3-4 വീഡിയോസ് ഞാനിപ്പോൾ കണ്ടായിരുന്നു. 2 വീഡിയോസിലും 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നിൽ അഖിൽ മാരാർ പറയുന്നുണ്ട്, എന്നെ 50 ദിവസത്തേക്ക് എന്നെ കാണിച്ചിട്ടേ ഇല്ല, 50 ദിവസത്തിന് ശേഷമാണ് അഖിൽ മാരാർ എന്നുള്ള വ്യക്തി കാണിച്ചിട്ടുള്ളത്. കൈ പൊക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ താങ്കളിലേക്ക് വരാം, ശോഭ ഫിനിഷ് ചെയ്തോളൂ. അപ്പോൾ 50 ദിവസത്തേക്ക് എന്നെ കാണിച്ചിട്ടേ ഇല്ല, അതായത് അഖിൽ മാരാർ എന്ന വ്യക്തിയെ കാണിച്ചിട്ടേ ഇല്ല, അതിനുശേഷമാണ് കാണിച്ചു തുടങ്ങിയെന്ന് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. മറ്റു വീഡിയോയിൽ പറയുന്നുണ്ട്, അതിനകത്ത് ആരൊക്കെയാണോ പെർഫോം ചെയ്തിട്ടുള്ള അവരെ എല്ലാവരെയും നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്, അവർ എക്സൽ ചെയ്തിട്ടുണ്ട്, അവർ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് അപ്പം ഏതാണ് വിശ്വസിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതെ, പറഞ്ഞോളൂ, താങ്കൾ പറയാൻ വന്ന പോയിന്റ് പറഞ്ഞോളൂ. ഇല്ല, ഇതിൽ പിന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളല്ല പറയുന്നത്, അവർക്ക് പിന്നെ താല്പര്യമുള്ള വിഷയങ്ങളാണ് പറയുന്നത് എന്ന് ആർക്കാണ് തോന്നുന്നത് എന്നുള്ളതാണ് കാര്യം. ഇതിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ സ്വാധീനമുണ്ട്. കാര്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ ഷോ നടക്കുന്നതിലും അല്ലെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം പറയുന്നതിനുമൊക്കെ താഴെ കമൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. അപ്പം എവിടെയോ ഇരിക്കുന്ന മുഖമില്ലാത്തവൻ അവൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന, അല്ലെങ്കിൽ അവന് താല്പര്യമുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു കമ്പനി ഇവരുടെ PR വർക്കുകൾ, അതായത് ഇവരെ സമൂഹത്തിന് മുന്നിൽ നല്ലവരായി കാണിക്കുന്ന തരത്തിലുള്ള പ്രൊമോഷൻ വർക്കുകൾ ചെയ്യുന്നൊരു കമ്പനി അവർ സ്റ്റാഫിന് വെച്ച് ചെയ്യാം. ഇവരെഴുതിയിടുന്നത് ആണോ ഈ നമ്മുടെ സമൂഹത്തിൻ്റെയും കോമൺ പബ്ലിക്കിൻ്റെ അഭിപ്രായം? കാര്യം അത് പറയുന്നവരുടെ അപ്പോൾ അതിലെ കമൻസ് നോക്കിയിട്ട് ഈ കമൻറ്റിലൊന്നും പോസിറ്റീവായിട്ടുള്ള ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഇയാൾക്ക് വോട്ട് കിട്ടി, പിന്നെ എങ്ങനെ ഇയാൾ നല്ലതായി എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? കാരണം പബ്ലിക് എന്ന് പറയുന്നത് ഈ കമൻറ്റ് തൊഴിലാളികൾ മാത്രമല്ലല്ലോ, ഒരു വലിയ സമൂഹമല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഈ പിന്നെ കമൻറ്റ് സെക്ഷൻ നോക്കിയിട്ട് അവിടെ സപ്പോർട്ടില്ല, പിന്നെ എങ്ങനെ വോട്ട് കിട്ടുന്നു എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റുപ്പിഡായിട്ടുള്ളൊരു വാദമാണ്. കാര്യം ഇത് കാണുന്ന മനുഷ്യരുണ്ട്, ഈ കാണുന്ന ഓഡിയൻസ് ഉണ്ട്, അവരുടെ വോട്ടുകളുടെ അടിസ്ഥാനത്തിലും പിന്നെ അവിടെ ഒരു വലിയ പ്രൊഡക്ഷൻ ടീം ഉണ്ടല്ലോ.
അവർ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമല്ല ഈ ഷോയിൽ നമ്മൾ ഇപ്രാവശ്യം എന്തൊക്കെയാണ് പ്രധാനമായി വന്നിട്ടുള്ളത്. കാരണം പിന്നെ അവർ ഈ തൊഴിൽ ചെയ്യുന്നവരാണല്ലോ, അല്ലാതെ ഒരു സംവിധായകൻ്റെ കീഴിലുള്ള ഒരു പ്രൊഡക്ഷൻ അല്ലാതെ അതൊരു ഗ്രൂപ്പ് ഓഫ് ക്രിയേറ്റീവ് ആളുകളാണ്. അപ്പോൾ അവർ തീരുമാനിക്കും, അല്ലാതെ ഈ കമൻറ്റ് സെക്ഷൻ നോക്കിയിട്ട് ഒരിക്കലും പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ അതാണ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അതെ, സിബിന്റെ കേസിൽ ഐ നോ സിബിൻ കമന്റ് ചെയ്യുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അയാളാണ് ശരി, അയാളുടെ കൂടെ കമന്റ് ചെയ്തവരാണ് ശരി. അതെ അതെ, കുറെയൊക്കെ PR-ന്റെ ഒരു ഡെഫിനറ്റ്ലി ഇൻവോൾവ്മെന്റ് ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. സിബിന്റെ കേസിൽ എനിക്കൊരു 10 to 18 years ഇതിലിപ്പോ ഈ മാരാരുടെ ആരോപണത്തിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത് അതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ്, ഒരു കത്തിയാണ്. കാര്യം പിന്നെ മാരാര് ഒരു കാർഡടച്ച് വെടിവെക്കുന്നു, ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ അതിലൊരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിൽ എല്ലാവരും സംശയത്തിൻ്റെ നിഴലിലാകുന്നു. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പിന്നെ മനസ്സിനകത്ത് ഭയങ്കര വിഷം വെച്ച് കൊണ്ട് നടക്കുന്ന ഈ കമൻ്റ് ഇടുന്ന കുറേ മനുഷ്യരുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ ശോഭയുടെയും മറ്റ് സ്ത്രീകളുടെയൊക്കെ പിന്നെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ചെന്നിട്ട് തെറിയ അഭിഷേകം നടത്തുന്നു. പിന്നെ നീ അല്ലടി അവള് എന്ന് ചോദിക്കുന്നു. കാര്യം ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാത്ത മനുഷ്യരാണ് ഈ കമന്റ് തൊഴിലാളികൾ. അപ്പോൾ ഇവർ ഭയങ്കര മാനസിക സംഘർഷത്തിലേക്ക് പോകുന്നത്, ഇവരെന്നല്ല ആരാണെങ്കിലും ശരി. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ കുറച്ച് ക്ലാരിറ്റി വരുത്തേണ്ടതായിരുന്നു അതിൻ്റെ മര്യാദ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നേരത്തെ ശോഭയുമായിട്ട് സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തു, അതായത് ശോഭ ഈ ഷോയിലേക്ക് എത്തുന്നത് ഇതിന്റെ ഫെയിം കാശിനപ്പുറം ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയാണ് ശോഭ. അപ്പോൾ ശോഭയ്ക്ക് ഒരു സന്ദേശം സ്ത്രീ എന്നുള്ള നിലയിൽ സ്ത്രീ സമൂഹത്തിനായി നൽകേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ ശോഭയ്ക്കൊപ്പം തന്നെ വന്നിട്ടുള്ള, ഇപ്പോൾ കാശിന് വേണ്ടി ഉള്ളവരായിക്കോട്ടെ, ഫെയിമിന് വേണ്ടി വന്നിട്ടുള്ളവരായിക്കോട്ടെ, നിങ്ങൾ ആ ഷോയുടെ ഭാഗമായി നിങ്ങൾ സമൂഹത്തിന്റെ ഇടയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ പറയുന്ന കാര്യത്തിന് ഒരു ക്രെഡിബിലിറ്റി വേണം, അല്ലേ ശോഭ? അതെ അതെ. ഇനി എത്ര കുട്ടികൾ, അതായത് ഇപ്പം ഞാൻ ഷോയിലേക്ക് വരുന്നത് അതുകൊണ്ടാണ്. എനിക്ക് കാശിന് വേണ്ടിയിട്ടോ ഫെയിമിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇയറേ വന്നേനെ. വരാതെ ഞാൻ സെക്കൻഡ് ഇയർ വന്നത് കാരണം തന്നെ എനിക്ക് ഐ വാണ്ടഡ് ടു ബി എ വോയിസ് ടു വിമൻ ലൈക്ക് മീ. എന്നെ പോലത്തെ, അതായത് ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിച്ച സ്ത്രീകളാണെങ്കിലും അതുപോലെ തന്നെ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ചിട്ടാണെങ്കിലും അങ്ങനത്തെ ഒരുപാട് കാര്യം, മാരിറ്റൽ റേപ്പ്, അതുപോലത്തെ പല വിഷയങ്ങളാണ് ഞാൻ അവിടെ വന്ന് സംസാരിച്ചത്. അതുപോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ത്രീകൾ, ഒരു സെൽഫ് മെയ്ഡ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുക, എങ്ങനെ നെവർ ഗീവ് അപ്പ്. ഞാൻ അതാണ് ഓരോ ദിവസവും ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്ത് തന്നെ നിന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് 24 കണ്ടിട്ടുള്ളവർക്കറിയാം അതിൻ്റെ എന്നെ ബുള്ളി ചെയ്തിട്ടുള്ളതിൻ്റെ ഞാൻ അവിടെ അനുഭവിച്ചതിൻ്റെ ഒരു അംശം ആ എപ്പിസോഡ്സിൽ ഇട്ടിട്ടില്ല, ഞാൻ ഇപ്പോൾ കണ്ടു തുടങ്ങിയപ്പോൾ. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അത്രത്തോളം ഒരു എന്നാൽ എനിക്ക് എൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് തന്നെ. എന്നെ പോലെ തന്നെ ഞാൻ എടുത്ത് പറയും നാദിറയുടെയൊക്കെ ലൈഫ് ചേഞ്ചിങ്, അതായത് ഒരു ട്രാൻസ് വുമൺ ആയിട്ട് വന്ന് ഇത്രയും ഞാൻ പറയുമ്പോൾ ഐ ഗെറ്റ് ഗൂസ് ബംസ് അബൌട്ട് ഹെർ. ബിക്കോസ് അവൾ വന്ന് അവളുടെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്ത് അതൊരു എന്തൊരു സോഷ്യൽ മെസ്സേജാണ് നമ്മുടെ സമൂഹത്തിന്. അത് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അതായത് എന്റർടൈൻ മാത്രമല്ല, എഡ്യൂക്കേൻ, മേക്ക് ആൻ ഇമ്പാക്ട്. അത് റിയാസ് പറഞ്ഞിട്ടുള്ളൊരു വാചകമാണ്, ഞാൻ കടമെടുക്കുകയാണ്. പക്ഷെ ഇത് തന്നെയാണ് ബിഗ് ബോസ്. അത് ആയിരുന്നു സീസൺ 5 വരെ ബിഗ് ബോസ്. പക്ഷെ ഇനി അത് എന്താണെന്നുള്ളത് ചോദ്യചിഹ്നമാണ്. ബിക്കോസ് ഇനി എത്ര നല്ല കുടുംബത്തിൽ നിന്ന് കുട്ടികൾ വരും, എത്ര പേര് വിടും, എത്ര പേര് വിശ്വസിച്ച് വിടും എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു ആൻസർ വേണം. പ്രത്യേകിച്ച് സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണമായി പോയി, അതും ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ ആയി പോയി ആരോപണം എന്നുള്ളതാണ്. ശോഭയെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുമ്പോൾ, നേരത്തെ നമ്മളൊന്ന് ചെറുതായി മെൻഷൻ ചെയ്തു പോയതാണ്, ഏറ്റവും കൂടുതൽ ആരോപണം എനിക്ക് തോന്നുന്നു, ആരോപണം എന്ന് പറയാൻ പറ്റില്ല, ചോദ്യശരങ്ങൾ നേരിട്ട ഒരു വിഷയം എന്ന് പറയുന്നത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടും അന്ന് എന്തുകൊണ്ട് മാരാരോട് ക്ഷമിച്ചു? അന്ന് അത്ര വലിയൊരു തെറ്റ് ചെയ്തിട്ടും അത് ക്ഷമിക്കേണ്ടതായിരുന്നു. പക്ഷെ ശോഭ നേരത്തെ പറഞ്ഞു, ശോഭ അനുഭവിച്ച ഒരു പ്രഷർ ഉണ്ടല്ലോ. പക്ഷെ ഒരു പക്ഷേ ഇപ്പൊ തോന്നുന്നുണ്ടോ അന്ന് ആ സോറിയിൽ ഒതുക്കേണ്ട വിഷയമായിരുന്നില്ല, ഞാൻ മുന്നോട്ട് പോകണമായിരുന്നെങ്കിൽ ഗെയിമിന്റെ ലെവലേ മാറിയേനെ, ഡെഫിനറ്റ്ലി മാറിയേനെ. ബിക്കോസ് ഞാൻ ഈ ഇടയ്ക്ക് മേക്കേഴ്സിനോട് സംസാരിച്ചിരുന്നു. അപ്പൊ ആ സമയം പറഞ്ഞ കാര്യം ഇത് തന്നെ, റിയാസ് അന്ന് സ്റ്റാൻഡോടെ നിന്ന്, മനസ്സിലായില്ലേ, അന്ന് ഡോക്ടർ റോബിനെ പുറത്താക്കണം എന്ന ആ ഒരു ഇതിൽ ഇതുപോലെ ഞാനന്ന് നിന്നിരുന്നെങ്കിൽ അഖിൽ മാരാർ പെട്ടിയെടുത്ത് പോയേനെ എന്നുള്ളൊരു കാര്യം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ പറഞ്ഞില്ല, ഞാൻ ഒരാൾക്ക് ഒരു ചാൻസ് കൂടെ ഞാൻ അന്ന് കൊടുക്കുകയാണ് ചെയ്തത്.
ഒരു അവസരം, അതായത് നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്, ഒരു അവസരം കൂടെ കൊടുക്കുകയാണ്. മാത്രമല്ല എന്നെ പ്രഷറൈസ് ചെയ്ത്, അന്ന് ലാലേട്ടനാണെങ്കിലും എല്ലാവരും കൂടി ആ ഒരു ഇതിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു. അതുപോലെ തന്നെയാണ് ജുനൈസ് എന്ന് പറഞ്ഞ വ്യക്തിനെയും ചെയ്തത്. അതായത് ജുനൈസ് വേണമെങ്കിൽ പൊക്കോട്ടെ, മറ്റേ ആൾ പോത്തില്ല എന്നുള്ളൊരു സ്റ്റാൻഡ്, അതായത് അതൊന്നും കാണിച്ചിട്ടില്ല. മനസ്സിലായില്ല, പല കാര്യങ്ങളും കാണിച്ചിട്ടില്ല അതിനകത്ത്. അപ്പം ആ ഒരു പ്രഷറൈസ് ചെയ്ത് കോംപ്രമൈസ് എന്നുള്ള ഒരു കാര്യത്തിൽ ഇത് അങ്ങനെയാണെങ്കിൽ ഡോക്ടർ റോബിനെ അകത്ത് കയറ്റണം. ഒരു വ്യക്തിക്ക് മാത്രം എന്ത് പ്രത്യേകതയാണ്? ഡോക്ടർ റോബിനെ കയറ്റണം, ഇപ്പം റോക്കിനെ കയറ്റണം, അതുപോലെ തന്നെ ഒരുപാട് പേര് സുഖമില്ലാതെ പോയിട്ട് തിരിച്ചു വരണം. അങ്ങനെയാണെങ്കിൽ സിബിനും ഒരു ചാൻസ് കൊടുക്കണം. സിബിനെ എനിക്ക് 18 വർഷമായിട്ട് എനിക്ക് അറിയാന്നുള്ളതാണ്. ഞാൻ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. ഞാൻ പൂജയാണെങ്കിലും ആ ഒരു കളിയുടെ ഒരു ഗെയിമിന്റെ ഒരു ഇതേ മാറ്റിക്കളഞ്ഞു അവര്. പക്ഷെ നല്ലൊരു വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു. പക്ഷെ അവർ ഈ പറഞ്ഞ പോലെ പോയിട്ട് സെക്കൻഡ് ചാൻസ് ഒരാൾക്ക് കൊടുത്തെങ്കിൽ മറ്റൊരാൾക്കും കൊടുക്കണം, തിരിച്ചു കൊണ്ടുവരാം. പക്ഷെ സിബിന്റെ ഒരു ചാൻസ് പോലും ഇപ്പം ഇതായില്ലേ? ഇങ്ങനെ ഒരു വിഷയം വന്ന് ഇത്രയും ആളി കത്തിയതോടെ സിബിൻ എന്തെങ്കിലും ഒരു 1% ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോ പോയില്ലേ? അതെ, തീർച്ചയായും. ഞാൻ അവസാനം നമ്മുടെ ചർച്ചയുടെ സമയം ഇവിടെ അവസാനിക്കാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സാബു മോനിലേക്ക് അവസാനമായിട്ട് ഒന്ന് പോവുകയാണ്. അതായത് ഈ നേരത്തെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു വ്യക്തിയോട് എന്നുള്ള നിലയിൽ സാബു മോന് താങ്കളുടെ പേര് കൂടി അവിടെ പരാമർശിച്ചിട്ടുണ്ടല്ലോ, എന്താണ് പറയാനുള്ളത്? അതായത് എന്താണ് ഒരു മറുപടി എന്നോണം പറയാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ പിന്നെ മാരാരുടെ പ്രസ്താവനയുടെ ക്രെഡിബിലിറ്റി അല്ല ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള വളരെ ഗൗരവമേറിയ കാര്യങ്ങൾ പറയുമ്പോൾ, അതും പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം, ഒരു വലിയ ഷോ ആണ്, ഒരുപാട് മനുഷ്യർ കാണുന്ന ഷോ ആണ്, അത്തരത്തിലുള്ള സംവിധാനത്തിനെ കുറിച്ച് ഇത്തരം പ്രത്യേകിച്ച് സ്ത്രീകളുടെ സംഭവങ്ങൾ ആരോപണം ഉന്നയിക്കുമ്പോൾ കുറച്ച് ക്ലാരിറ്റി വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള ഒരുപാട് മനുഷ്യർക്ക്, അതിനകത്ത് പങ്കെടുത്തിരുന്ന ഒരുപാട് മനുഷ്യർക്ക് ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാക്കും. കാര്യം അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ കമന്റ് പറയാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. കാരണം അവർക്ക് വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ ഇത് എല്ലായിടത്തും ചെന്ന്, കാരണം അവർക്ക് വൈരാഗ്യം തോന്നിയിട്ടില്ല, അവർക്ക് കണ്ടാൽ ഇഷ്ടപ്പെടാത്ത, അവർക്ക് താല്പര്യമില്ലാത്ത, അവരുടെ ആശയങ്ങളോട് അടുത്ത് നിൽക്കാത്ത എല്ലാവരുടെയും അടുത്ത് നിന്നിട്ട് ഇത് നീയല്ലേ 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 എന്ന് ചോദിക്കും. ഈ നീയല്ലേ എന്ന് ചോദിക്കുന്നത് സഹിക്കാൻ പറ്റാതെ അവര് ഈ സംവിധാനത്തിൽ ഉള്ള ആളല്ല ഞാൻ, ഈ കൂട്ടത്തിൽ പെട്ടതല്ല ഞാനെന്ന് പറഞ്ഞ, ഓ അപ്പൊ നിനക്ക് കയറിക്കൊണ്ടല്ലേ പറഞ്ഞു, നിന്റെ പേര് പറഞ്ഞില്ലായിരുന്നല്ലോ, പിന്നെ നിനക്കെന്താ ഇത്ര കൊള്ളാൻ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റുമായിട്ട് പിന്നെ ഇപ്പുറത്തുകൂടിയും വരും. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ പറയാം. ഒന്ന്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് മിതത്വം പാലിക്കുക, അല്ലെങ്കിൽ അതിനെ ഒരു പിന്നെ എന്താണെന്ന് വ്യക്തമായി പറയാനുള്ള ഒരു ഔചിത്യം കാണിക്കുക. രണ്ട്, ഈ കമന്റ് തൊഴിലാളികളോട് കൂടെ നമുക്ക് പറയാം, മനുഷ്യരോട് ഇത്രയും സ്പർദ്ധയും വെറുപ്പും വൈരാഗ്യമൊക്കെ ആയിട്ട് ജീവിക്കേണ്ട കാര്യമില്ല. കാര്യം പിന്നെ അപ്പുറത്തുള്ളവരും മനുഷ്യജീവികളാണ്. അവരെ ഒരു കാരുണ്യത്തോടെയും ഒരു പിന്നെ പരസ്പര ബഹുമാനത്തോടെയൊക്കെ കാണാൻ പറ്റും. കണ്ടാലും ഭയങ്കര രസമായിരിക്കും. ഈ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തെറി പറയുകയോ പിന്നെ വേശ്യെന്ന് വിളിക്കുകയോ നീ വേറെ ആളുകളുടെ കൂടെ കിടന്നു കൊടുത്തിട്ടല്ലേ അവസരം കിട്ടിയത് എന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന മനുഷ്യർക്കുണ്ടാകുന്ന മനോവിഷമത്തിനെ കുറിച്ചും ആലോചിക്കാം. തെറ്റാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധം എല്ലാവർക്കും വേണം. ഞാൻ ശോഭയിലേക്ക് കൂടി ഒന്ന് വരികയാണ് അവസാനമായി. ശോഭ, അതെ തീർച്ചയായും. അതായത് ഇപ്പോൾ ഈ ആദ്യം ഈ വിഷയത്തിൽ നാദ്രയും എനിക്കൊന്ന് റിനോഷുമാണ് റിയാക്ട് ചെയ്തത്. അവർക്കെതിരെ സംസാരിച്ചത് ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി തന്നെ, നിങ്ങളുടെ കോ കണ്ടസ്റ്റന്റ് തന്നെ രംഗത്ത് വന്നു. ഇനിയിപ്പോൾ ശോഭ കൂടി റിയാക്ട് ചെയ്ത സമയത്ത് കൂടുതൽ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ നിന്നും വരാം, ഒരുപക്ഷെ ആ വ്യക്തി തന്നെ നേരിട്ടും വരാം. എങ്ങനെ പ്രതിരോധിക്കാനാണ് തീരുമാനം? ഞാനാണോ? അതെ അതെ, നമുക്ക് സത്യത്തിന്റെ കൂടെ എന്നും വിജയിക്കുള്ളൂ. അത് ഞാൻ തെളിയിച്ച ഒരു പ്രാവശ്യം ഞാനത് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. ഇതുപോലത്തെ ശരങ്ങൾ ഒരുപാട് വരും, അത് വരട്ടെ. പക്ഷെ അതിന് എന്തെങ്കിലും എന്താ ഒരു അർത്ഥത്തോടു കൂടി വരണം. മനസ്സിലായില്ലേ? അതിന്റെ പുറകിലുള്ള അജണ്ട എന്താണെന്ന് പോലും എന്താണ് പൊളിറ്റിക്സ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അത് അങ്ങനെ ഒരു ശരം വന്നാൽ നമ്മൾ ഏറ്റെടുക്കാൻ റെഡിയാണ്. ശക്തമായിട്ട് നമ്മൾ ഒരുമിച്ച് തന്നെ ഇതിനകത്ത് നിൽക്കുകയാണ്. ബിക്കോസ് അത് കൊണ്ടത് ഒരാൾക്ക് മാത്രമല്ല, ഒരു കമ്മ്യൂണിറ്റീനെയാണ് അത് ബാധിച്ചിരിക്കുന്നത്. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അതായത് ഒരു സമൂഹം, ഒരു സ്ത്രീ സമൂഹത്തെ ഒന്നാകെ കൊള്ളുന്ന തരത്തിലായിരുന്നു ആ ഒരു ആരോപണം വന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചർച്ച എടുക്കാൻ തന്നെ പ്രസക്തമായ വിഷയവും അത് തന്നെയാണ്. മാറ്റി വെച്ചിട്ട് മറ്റേ സൈഡ് എന്തായാലും നമ്മൾ ലൈറ്റിലേക്ക് കൊണ്ടുവരണം. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് ഞാൻ ഒരിക്കലും ഞാൻ അതിനെ ഇത് പറയില്ല, നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു സംഭവം ബാഡ് ആയിട്ട് ഒരു പുറം ഇതിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഫ്രണ്ടിലേക്ക് വരിക തന്നെ. തീർച്ചയായും ഞാൻ ഇടപെടുകയാണ് ശോഭ, സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്. എന്തായാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി ശോഭ വിശ്വനാഥ്, ഒപ്പം ശ്രീ സാബുമോൻ. താങ്ക് യു. എന്നാലും ചർച്ചയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.